മാനനീയ ഠേങ്കിടിജി, ദത്തോപാൻ ഠേങ്കിടിജി കേരളത്തിലുമൊക്കെ തന്നെ പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിൽ അല്ലെങ്കിൽ തുടങ്ങുന്നതിൽ നേതൃത്വം കൊടുത്ത ഠേങ്കിടിജി പറഞ്ഞു, ഇത് ലോകത്തിലെ ആദ്യത്തെ ഒരു പരീക്ഷണമാണ്. ഓരോ സംഘടനകളും സ്വതന്ത്രമാണ്, സ്വായക്തമാണ്, എന്നാൽ ഒരു ആന്തരികമായ ഒരു ചരട് അവരെ ബന്ധിപ്പിച്ചിരിക്കുന്നു എന്നൊക്കെ അദ്ദേഹം അതിനെ വിശദീകരിച്ചിരുന്നു. അപ്പം നമ്മുടെ ഈ വിവിധങ്ങളായ സംഘടനകളും ഒക്കെ തന്നെ ഒരു സംഘർഷവുമില്ലാതെ, മാത്രമല്ല മറ്റ് സംഘടനകളൊക്കെ ഇന്ന് 10, 20, 80 ഒക്കെയായി വിഭജിച്ചു പോയ സമയത്ത് RSS ഒരൊറ്റ ശക്തിയായി വളരുന്ന നമുക്കറിയാം. രാഷ്ട്രീയ സ്വയംസേവക സംഘം എയും ബിയും ഇസഡൊന്നും ഉണ്ടായിട്ടില്ല. ഈ സംഘടനകളും സംഘവുമായി ചേർന്ന് സമരസപ്പെട്ട് പ്രവർത്തിക്കുന്നു. പ്രിയപ്പെട്ട സ്വയംസേവക സഹോദരന്മാരെ, നമസ്കാരം. സംഘത്തിൻ്റെ ശതാബ്ദി നിമിത്തമാക്കി ഈ പവിത്ര ദിനത്തിൽ നാം ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ്. ഇത്തരത്തിൽ ഒരുമിച്ച് ചേരുമ്പോൾ നമുക്കൊരു വ്യവസ്ഥയുണ്ട്, ഒരു സന്ദേശം അവിടെ കൂടിയ ആൾക്കാർക്ക്, അവിടെ വരുന്ന കാര്യകർത്താവിനാൽ ലഭിക്കണമെന്ന്. പക്ഷേ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വിനയം കൊണ്ട് നമ്മുടെ സോമനാഥൻ സാറ് എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞെങ്കിലും അത് നിരീക്ഷിച്ചാൽ അതിലെല്ലാം അടങ്ങിയിരിക്കുന്നു. സത്യത്തിൽ ഞാൻ അത് ആസ്വദിക്കുകയായിരുന്നു. അദ്ദേഹം ഇടയ്ക്കൊക്കെ ഇങ്ങനെ എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞെങ്കിലും അദ്ദേഹം സമഗ്രമായി അദ്ദേഹം അതിനെ ചുരുക്കി, സത്യത്തിൽ ഞാൻ എന്താണോ പറയാൻ ആഗ്രഹിക്കുന്നത് അത് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് എനിക്ക് ബോധ്യപ്പെട്ടത്. അതിന് ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ്. എന്തായാലും ഇങ്ങനൊരു വ്യവസ്ഥയുള്ളത് കൊണ്ട് ഞാനും ചില ചിന്തകൾ നിങ്ങളുടെ മുമ്പിൽ വെക്കാം എന്നാഗ്രഹിക്കുന്നു. എല്ലാവരും സംഘശതാബ്ദി ആഘോഷം എന്നാണ് പറയാറുള്ളത്. നമ്മളങ്ങനെ സത്യത്തിൽ സംഘ സ്വയംസേവന്മാർ അങ്ങനെ ചിന്തിക്കുന്നില്ല. ഇതൊരു ആഘോഷമാണ് എന്ന് നമ്മൾ ചിന്തിക്കാറില്ല. നമ്മുടെ സംഘസ്ഥാപകൻ പറഞ്ഞു, പരമപൂജനീയനായ ഡോക്ടർ ജി, അദ്ദേഹം 15 വർഷം മാത്രമേ ജീവിച്ചിരുന്നുള്ളൂ. സംഘം 1925 രൂപം കൊണ്ടു. 1940 തന്നെ അദ്ദേഹം ദിവംഗതനായി. പക്ഷേ ഈ 15 വർഷത്തിനുള്ളിൽ സ്വയംസേവകന്മാർക്ക് ശരിയായൊരു കാഴ്ചപ്പാട് അദ്ദേഹം കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, സംഘം ഇങ്ങനെ രജത ജൂബിലി ആഘോഷിക്കുവാനോ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുവാനുള്ള സംഘടനയല്ല. നമുക്ക് എത്രയും വേഗത്തിൽ നമ്മുടെ കാര്യപൂർത്തി, നമുക്ക് ഇതേ മെയ്യും കണ്ണും കൊണ്ട്, അദ്ദേഹത്തിന് തന്നെ വാക്കുകളാണ്, നമുക്ക് ഈ മെയ്യും ഈ കണ്ണും കൊണ്ട് തന്നെ നമ്മുടെ കാര്യപൂർത്തി നേടണം എന്ന ആഗ്രഹമാണ് അദ്ദേഹം സ്വയംസേവകന്മാരുടെ മുമ്പിൽ വെച്ചത്. നമ്മളൊരു ഗണഗീതത്തിൽ നിങ്ങൾ പലരും പാടിയിരിക്കും, ഇതേ മെയ്യും കണ്ണും കൊണ്ട് കാര്യപൂർത്തി നേടണം എന്ന ഒരു ഗീതത്തിലും ഒരു വരിയുണ്ട്. അതുകൊണ്ട് നമ്മളിതിനെ ഒരു ആഘോഷം എന്നതല്ല, ഇതൊരു അവസരമായി നമ്മൾ സ്വയംസേവകർ ചിന്തിക്കുന്നു. നമ്മുടെ ഈ ലക്ഷ്യത്തിൻ്റെ പൂർത്തീകരണത്തിന്, അതായത് നമ്മുടെ സംഘടനയുടെ ശാക്തീകരണത്തിന്, സംഘടനയുടെ വികാസത്തിന്, നമ്മുടെ കർത്തവ്യത്തെക്കുറിച്ചുള്ള ഓർമ്മ ബോധ്യപ്പെടുന്നതിന് ഒക്കെ ഒരവസരമായി നമ്മൾ ഈ സന്ദർഭം കാണുകയാണ്. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ മാനനീയ സർക്കാരിവാ ദത്താത്രേയ ഹൊസവാളേജി, അദ്ദേഹം നമ്മുടെ കേരളത്തിലെ ഒരു സംഘശിക്ഷാവർഗിൽ വന്നിരുന്നു. സംഘത്തിൻ്റെ ഒരു ക്യാമ്പിൽ വന്നു. അദ്ദേഹം സ്വയംസേവന്മാരുടെ മുമ്പിൽ പറഞ്ഞു, നമുക്കിന്ന് ഏതാണ്ട് ഭാരതത്തിൽ 100,000 ഗ്രാമങ്ങളിലാണ് നമ്മുടെ പ്രവർത്തനമുള്ളത്. നമുക്ക് എത്രയും വേഗം അത് 2,00,000 കഴിയണം. അദ്ദേഹം പറഞ്ഞു, ഒരു നൂറ്റാണ്ട് കൊണ്ടാണ്, 100 വർഷം കൊണ്ടാണ് നമ്മൾ ഈ 1,00,000 ഗ്രാമത്തിലേക്ക് എത്തിയതെങ്കിൽ ഇനി അടുത്ത 100 വർഷം ആവശ്യമില്ല. കാരണം നമ്മളെക്കുറിച്ച് സമാജത്തിന് ബോധ്യം വന്നിരിക്കുന്നു.
നമ്മുടെ സത്യസന്ധതയും ആത്മാർത്ഥതയും ദേശസ്നേഹവും ഒക്കെ ഇതിപ്പോൾ അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചു. സംഘത്തിന്റെ ദേശസ്നേഹത്തെക്കുറിച്ച് അദ്ദേഹം നാഗപ്പൂരിൽ 3 വർഷം കൊണ്ട് എത്ര ആദരവോടുകൂടിയാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്ന് സമാജത്തിന് അത് ബോധ്യപ്പെട്ടിരിക്കുന്ന വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞു, നമുക്ക് എത്രയും വേഗത്തിൽ 2 ലക്ഷം ഗ്രാമങ്ങളിലേക്ക് നമുക്ക് എത്താൻ സാധിക്കണം എന്ന് പറയുകയുണ്ടായി. നമ്മൾ ഈ സന്ദർഭത്തിൽ നമ്മുടെ സ്വയംസേവകന്മാർ ചിന്തിക്കുന്നു, നമ്മൾ കേരളത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. ഞാൻ ഈ മൊത്തം കേരളത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കിന്ന് 6000 സ്ഥലത്തിലാണ് നമുക്ക് നിത്യപ്രവർത്തനമുള്ളത്. നമുക്ക് ഈ ശതാബ്ദി നിമിത്തമാക്കിക്കൊണ്ട് മൊത്തം 2 കേരള ഉത്തരം ദക്ഷിണം എന്ന നിലയ്ക്ക് നമ്മൾ തിരിച്ചിരിക്കുക. നമ്മുടെ എല്ലാവരുടെയും ഉത്സാഹം കൊണ്ട്, നമ്മുടെ സമർപ്പിതമായ പ്രവർത്തനം കൊണ്ട് നമുക്കത് 9000 സ്ഥലങ്ങളിലേക്ക് എത്തിക്കണം എന്നതാണ് നമ്മൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അപ്പം ആ രൂപത്തിലാണ് നമ്മുടെ ലക്ഷ്യത്തെക്കുറിച്ചുള്ള, അല്ലെങ്കിൽ നമ്മുടെ ഈ സന്ദർഭം നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ഒരു ആഗ്രഹമായിരിക്കണം സ്വയംസേവകന്മാരായ ഉണ്ടാവേണ്ടത്. നിശ്ചയമായും എല്ലാ കാലത്തും സമാജത്തിൻ്റെ സഹകരണം, നമ്മുടെ അമ്മമാരുടെയും സഹോദരിമാരുടെയും സംഘബന്ധുക്കളുടെയും ഒക്കെ തന്നെ സഹകരണം കൊണ്ടാണ് നമ്മൾ ഇവിടം വരെ എത്തിയത്. നിശ്ചയമായും അത് ഇനിയും ലഭിക്കും എന്നത് ഉറപ്പാണ്. ഞാൻ അവരോടും കൂടി ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുകയാണ്, സംഘത്തിൻ്റെ ഈ ആശയങ്ങൾ സമാജത്തിൽ എത്തിക്കുവാൻ നമ്മളാൽ കഴിയുന്ന വിധം പരിശ്രമിക്കണം എന്നത് ഈ സന്ദർഭത്തിൽ അവരോടും അഭ്യർത്ഥിക്കുകയാണ്. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് 100 വർഷമായ സംഘടനകളുടെ ഒരു യോഗം നാഗപ്പൂരിൽ നടന്നിരുന്നു. 100 വർഷമായി എന്നത് ചെറിയ കാര്യമല്ല. 100 വർഷമായി പ്രവർത്തിക്കുന്നു എന്നത് ചെറിയ കാര്യമല്ല. അവിടെ ഏതോ ഒരു ട്രസ്റ്റ് വിളിച്ചു ചേർത്ത യോഗമാണ്, സംഘം വിളിച്ചു ചേർത്തതല്ല. അനേകം 100 വർഷത്തിലേറെ ആയി പ്രവർത്തിക്കുന്ന അനേകം സംഘടനകൾ അവിടെ വന്നിരുന്നു, അതിൻ്റെ പ്രതിനിധികൾ വന്നിരുന്നു. നമ്മുടെ സംഘത്തിൻ്റെ പരമപൂജനീയ സർസംഘചാലക് മാനനീയ ഡോക്ടർ മോഹൻജി ഭാഗവത്തും അതിൽ ക്ഷണിക്കപ്പെട്ടിരുന്നു, അദ്ദേഹവും ഉപസ്ഥിതനായിരുന്നു. അതിൽ പലരും അവരുടെ അവസരങ്ങളിൽ അവർ പ്രസംഗിച്ചു. അവർ പറഞ്ഞു, ഞങ്ങളുടെ സംഘടന 100 വർഷമായി എന്നുള്ളത് ശരിയാണ്, അല്ലെങ്കിൽ 120 വർഷമായി എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഞങ്ങളുടെ സംഘടന ഇന്ന് ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന നിലയിലാണ്. ചിലർ പറഞ്ഞു, ഞങ്ങൾക്ക് വലിയ വലിയ കെട്ടിടങ്ങളുണ്ട്, വലിയ സ്വത്തുക്കളുണ്ട്, പക്ഷേ ഞങ്ങളുടെ സംഘടനയിൽ ആൾക്കാരില്ല, ഞങ്ങൾ കുറച്ച് വൃദ്ധരായ ആൾക്കാർ മാത്രമാണ് അതിലുള്ളത്. ചില സംഘടനക്കാർ പറഞ്ഞു, ഞങ്ങൾ ഏതിനു വേണ്ടിയാണോ തുടങ്ങിയത് ആ ആശയത്തിൽ നിന്ന് തന്നെ ഞങ്ങൾ മാറിപ്പോയി. ചിലർ പറഞ്ഞു. അങ്ങനെ പലരും അവരുടെ കുറവുകളെ കുറിച്ച് പറഞ്ഞു. പക്ഷെ അവരെല്ലാവരും പറഞ്ഞു, ഇവിടെ ബഹുമാന്യനായ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ പരമപൂജനീയനായ സർസംഘചാലകൻ ഇവിടെ ഉപസ്ഥിതനാണ്. ഞങ്ങൾ ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തെ അനുമോദിക്കുകയാണ്. അവർ ഓരോരുത്തരും പറഞ്ഞു, ആ സംഘടന ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സംഘടനയായിരിക്കുന്നു എന്നൊക്കെ അവർ അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട് സംസാരിച്ചു. ശരിയാണ്. അദ്ദേഹം അതിനുശേഷം മോഹൻജി അദ്ദേഹത്തിൻ്റെ അവസരം വന്ന സമയത്ത് അദ്ദേഹവും പറഞ്ഞു, നിങ്ങളെല്ലാവരും പറഞ്ഞതുപോലെ ഞങ്ങൾ ഒരു വലിയ സംഘടനയാണ്. നേരത്തെ സൂചിപ്പ് അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ വലിയ സംഘടനയാകാനൊന്നുമല്ല ഞങ്ങൾ പരിശ്രമിക്കുന്നത്, ഞങ്ങൾക്ക് എത്രയും വേഗത്തിൽ ഞങ്ങളുടെ ലക്ഷ്യം പൂർത്തീകരിക്കണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ സംഘത്തിന് അനേകം സവിശേഷതകളുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ സംഘത്തിൻ്റെ ലക്ഷ്യം പരിശുദ്ധമായ ഒന്നാണ്, പവിത്രമായ ഒന്നാണ്. ഞങ്ങളുടെ സമർപ്പിതമായ പ്രവർത്തനം കൊണ്ട്, ഞങ്ങളുടെ ഉത്സാഹം കൊണ്ട് ഞങ്ങൾ അനുനിമിഷം വളരുന്നു എന്നതും ശരിയാണ്. അതിന് കാരണം അദ്ദേഹം പറഞ്ഞു, വീണ്ടും അദ്ദേഹം അതിൻ്റെ കാരണങ്ങൾ പറഞ്ഞു. ഞങ്ങളുടെ അടിസ്ഥാന ആശയങ്ങളിൽ നിന്ന് മാറാതെ കാലാനുസൃതമായ മാറ്റങ്ങൾ ഞങ്ങളുടെ സംഘടനയിൽ ഞങ്ങൾ വരുത്തിയിരുന്നു. ഇപ്പം നമുക്കറിയാം, സംഘം ആരംഭിക്കുന്ന കാലഘട്ടത്തിൽ, ആരംഭിച്ച സമയത്ത് ഇതിന് പേര് പോലും ഉണ്ടായിരുന്നില്ല. നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ ഏതാനും കുഞ്ഞുങ്ങളുമായി പൂജനീയ ഡോക്ടർജി ഇതേപോലൊരു പവിത്രമായ ദിനത്തിൽ, നമുക്കറിയാം ഇന്ന് വളരെ വിശേഷപ്പെട്ട ദിനമാണ്. നേരത്തെ നമ്മുടെ ഇവിടെ സ്വാഗതം പറഞ്ഞ സമയത്തുമൊക്കെ തന്നെ സൂചിപ്പിച്ചു, തിന്മ ഇല്ലാതാക്കിയ ദിനമാണ്, അധർമ്മം ഇല്ലാതായ ദിനമാണ്, മഹിഷാസുരനെ മഹാദേവി പരാശക്തി വധിച്ച ദിനമാണ്, രാവണന്റെ ദർപ്പം അടക്കിയ ദിനം ഇന്നാണ്. ധർമ്മത്തിന്റെ രക്ഷയ്ക്കായി പാണ്ഡവന്മാർ അജ്ഞാതവാസക്കാലത്ത് അവർ ഒളിച്ചു വെച്ചിരുന്ന ആ
ശമീവൃക്ഷത്തിൽ ഒളിച്ചു വെച്ചിരുന്ന ആയുധങ്ങളൊക്കെ ധരിച്ചതും ഈ ദിനത്തിൽ, അങ്ങനെ അനേകം വിശേഷതകളുള്ള ദിവസമാണെന്ന്. അപ്പം ഈ ദിവസത്തിൽ അന്ന് അവിടെ ഒരുമിച്ച് കൂടിയ സ്വയംസേവകരുടെ മുമ്പിൽ ഡോക്ടർ ജി നാം ഇന്ന് സംഘം തുടങ്ങി എന്ന് പറയുകയുണ്ടായിട്ടുള്ളൂ. അങ്ങനെ മാനനീയ മോഹൻജി പറഞ്ഞു, കാലാനുസൃതമായി ഞങ്ങൾ മാറ്റം വരുത്തിയെന്ന് പറയുമ്പോൾ നമുക്ക് പേര് പോലും ആദ്യം ഉണ്ടായിരുന്നില്ല, പിന്നീട് പേര് സ്വീകരിച്ചു, പ്രാർത്ഥന മാറി, പ്രാർത്ഥന സ്വീകരിച്ചു, വേഷം ആദ്യകാലത്ത് ഇതായിരുന്നില്ല, കുറേ കാലങ്ങൾക്ക് മുമ്പ് നമ്മൾ ട്രൗസറാണ് ധരിച്ചിരുന്നത്. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നമ്മുടെ സംഘത്തിനുള്ളിൽ അറിയുന്നവർക്കറിയാം. ഒട്ടനവധി മാറ്റങ്ങൾ കാലാനുസൃതമായി വരുത്തി. അതേ അവരുടെ മുമ്പിൽ പറഞ്ഞു, ഞങ്ങൾ കാലാനുസൃതമായി മാറ്റങ്ങൾ വരുത്തി. വീണ്ടും അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ അടുത്ത തലമുറയ്ക്ക് ഉത്തരവാദിത്തങ്ങൾ കൈമാറുന്നതിൽ ഒരിക്കലും വിമുഖത കാണിച്ചിട്ടില്ല. അങ്ങനെ അനേകം സവിശേഷത, കൂട്ടായിട്ടാണ് ഞങ്ങളുടെ തീരുമാനങ്ങളുണ്ട്, ഒരിക്കലും ഒറ്റയ്ക്ക് തീരുമാനങ്ങളില്ല, ഞങ്ങൾ കൂട്ടായി തീരുമാനിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള അനേകം സവിശേഷതകളും അവരുടെ മുമ്പിൽ അദ്ദേഹം പറഞ്ഞു. നമുക്കറിയാം, നമുക്കെല്ലാം അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്, ഇന്ന് നമ്മുടെ സംഘടന എല്ലായിടവും നമ്മുടെ സംഘടനയുണ്ട്. ഇന്നലെ ആ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട്, നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ളത് കൊണ്ട് ആ പരിപാടിയെന്ന് ഞാൻ പറയുകയാണ്, ആ നാണയത്തിൻ്റെ റിലീസും അതുപോലെ തന്നെ ആ സ്റ്റാമ്പിൻ്റെയൊക്കെ റിലീസ് ഉണ്ടായിരുന്ന സമയത്ത് ഡൽഹിയിൽ നടന്ന പരിപാടിയിൽ നമ്മുടെ സർക്കാർ വാഹ് മാനനീയ ദത്താജി പറഞ്ഞു, ഇന്ന് നിങ്ങൾ ഏത് പ്രദേശത്ത്, ഭാരതത്തിൻ്റെ ഏത് കോണിൽ പോയാലും, ഭാരതത്തിൽ മാത്രമല്ല വിദേശങ്ങളിൽ പോയാലും അവിടെയൊക്കെ നമുക്ക് സ്വയംസേവകരെ കാണാൻ കഴിയും. എല്ലായിടത്തും നിമിഷം തോറും വളരുന്നു എന്ന് നമ്മൾ പറയാറില്ല, മറ്റുള്ളവർ പറയും നിമിഷം തോറും വളരുന്നു എന്ന് നമ്മുടെ സംഘടനയെ വിശേഷിപ്പിക്കാറുണ്ട്. സത്യത്തിൽ നമ്മുടെ സംഘടന ഭാരതത്തിൻ്റെ ആ സംസ്കാരവുമായി മറ്റ് സംഘടനകളുമായി താരതമ്യം ചെയ്ത് നോക്കിയാൽ മതി. നമ്മുടെ സംസ്കാരവുമായി ഇണങ്ങിച്ചേർന്ന് പ്രവർത്തിക്കുന്ന സംഘടനയാണ്. നമ്മുടെ മഹത്തായ ഈ ധർമ്മവും സംസ്കാരവുമായിട്ടൊക്കെ തന്നെ നമ്മുടെ സംഘത്തിലൊരു പ്രതിജ്ഞ എടുക്കാറുണ്ട്. നമ്മുടെ ഈ ധർമ്മത്തെ സംരക്ഷിച്ചുകൊണ്ട്, അല്ലെങ്കിൽ സംസ്കാരത്തെ സംരക്ഷിച്ചുകൊണ്ട്, സമാജത്തെ സംരക്ഷിച്ചുകൊണ്ട് ഞാൻ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ ഘടകമായി തീർന്നിരിക്കുന്നു എന്നാണ് പറയാറുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു വിശേഷതയും നമ്മുടെ സംഘടനയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ സംഘടനയെ സമാജം സ്വീകരിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന് സംഘത്തിന് വലിയ സ്വീകാര്യതയാണുള്ളത്. ഈ അടുത്ത കാലത്ത് പരിണിതപ്രജ്ഞനായ ഒരു ജഡ്ജ് അത് പറയുമ്പോൾ അതിൽ പല ഒരു വിശദീകരണം ആവശ്യമില്ല. ജസ്റ്റിസ് KT തോമസ് പറഞ്ഞത്, അദ്ദേഹം 4 കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ നാടിൻ്റെ രക്ഷ ഉറപ്പായി കാണുന്ന ഉറപ്പാക്കുന്ന 4 ഘടകങ്ങളിലാണ്. ഒന്ന്, ഭാരതത്തിൻ്റെ ജനാധിപത്യം. 2, ഈ ഭാരതത്തിൻ്റെ ജുഡീഷ്യറി. 3, ഈ ഭാരതത്തിൻ്റെ സൈന്യം. 4, ഈ ദേശത്തിൻ്റെ രക്ഷ ഉറപ്പാക്കുന്നത് RSS ആണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അത് പത്രക്കാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞതാണ്. രാഷ്ട്രീയ സ്വയംസേവക സംഘമാണ് ഈ നാടിൻ്റെ രക്ഷ ഉറപ്പാക്കുന്ന 4ാമത്തെ ഘടകം. പത്രക്കാർ വീണ്ടും ചോദിച്ചു, അന്നും ചോദിച്ചു, പിന്നീട് വീണ്ടും ചോദിച്ചു. പിന്നീട് അദ്ദേഹത്തെ വീണ്ടും ഒരു പത്രക്കാർ ഇന്റർവ്യൂ ചെയ്യാൻ അങ്ങോട്ട് പോയി ചോദിച്ചു, അങ്ങ് പറഞ്ഞല്ലോ ജനാധിപത്യത്തിനും ജുഡീഷ്യറിക്കും അല്ലെങ്കിൽ സൈന്യത്തിനും ഒക്കെ തന്നെ തുല്യമാണ് RSS എന്ന് അങ്ങ് ആലോചിച്ച് പറഞ്ഞതാണോ? അങ്ങക്ക് ആ അഭിപ്രായത്തിൽ അങ്ങ് ഉറച്ചു നിൽക്കുകയാണോ എന്നൊക്കെ വീണ്ടും അദ്ദേഹത്തിനോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അതെ, എൻ്റെ ദീർഘകാലത്തെ സാമൂഹ്യ നിരീക്ഷണത്തിൽ, എൻ്റെ അനുഭവത്തിൽ എനിക്ക് ബോധ്യപ്പെട്ടൊരു സത്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞു. എനിക്ക് RSSൽ നിന്ന് ഒന്നും നേടാനില്ല. ഞാൻ ആ സത്യം നിങ്ങളുടെ ഇന്നും ഞാൻ അതിൽ ഉറച്ചു നിൽക്കുകയാണ് എന്ന് പറഞ്ഞു. നമ്മുടെ സംഘത്തിൽ സർവേഷാം അവിരോധേന എന്ന് നമ്മളൊരു വാക്ക് നമ്മൾ കേട്ടിരിക്കും. നമുക്ക് ആരോടും ഒരു വിദ്വേഷവുമില്ല. ആദ്യം മുതൽ നമ്മൾ ചെറുപ്രായത്തിലെ തന്നെ കേട്ടിരിക്കുന്ന, ഞാനും അതുപോലെ തന്നെ നിങ്ങളിൽ പലരും കേട്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. സംഘത്തെ സംബന്ധിച്ച് 2 സങ്കല്പങ്ങളേ ഉള്ളൂ. ഒന്ന് ഇന്നത്തെ സ്വയംസേവകൻ, 2 നാളത്തെ സ്വയംസേവകൻ. ആരോടും ഒരു വിദ്വേഷവുമില്ല. അതുകൊണ്ടാണ് ഇന്നലെ നമ്മുടെ സർവാദരണീയനായ പ്രധാനമന്ത്രി അദ്ദേഹം പറഞ്ഞു, പരമപൂജനീയ ഗുരുജി അദ്ദേഹത്തെ ജയിലിൽ നിന്ന് റിലീസ് ചെയ്ത് മോചിതനാക്കിയതിന് ശേഷം അദ്ദേഹം സ്വയംസേവകന്മാരെ അഭിസംബോധന ചെയ്തതിന് ശേഷം പറഞ്ഞത്,
മഹാത്മാഗാന്ധിജിയുടെ വധം ആരോപിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ ജയിലിലടച്ചത്. ഒട്ടനവധി സ്വയംസേവകന്മാരെ പീഡിപ്പിച്ചു. അതിനുശേഷം പൂജനീയ ഗുരുജി പറഞ്ഞത് നമ്മുടെ ഈ പല്ലും നാവിനെയും ഉദാഹരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, അറിയാതെ ചിലപ്പോൾ ഈ പല്ല് നാവിനെ കടിക്കാറുണ്ട്. ആരെങ്കിലും പല്ല് തട്ടിപ്പിടുത്ത് കളയുമോ? പല്ലും നാവും ഒക്കെ തന്നെ നമ്മുടേതാണ് എന്ന ചിന്തയില്ലേ? അതുപോലെ ആയിരിക്കണം സ്വയംസേവകന്മാരുടെ മനസ്സ് എന്ന് പറഞ്ഞു. അങ്ങനെ പല സന്ദർഭങ്ങളിലും നമ്മുടെ ഈ ഇന്നത്തെ സ്വയംസേവകൻ നാളത്തെ സ്വയംസേവകൻ എന്ന് ബോധ്യപ്പെടുത്താൻ പല സന്ദർഭങ്ങളിലും വിരോധം ഉണ്ടാകേണ്ട സന്ദർഭങ്ങളിലെല്ലാം ആ വിരോധം ഉണ്ടാകാതിരിക്കാൻ സംഘത്തിൻ്റെ അധികാരികൾ നമ്മെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ഞാനിത് പറയാൻ കാരണം, നമ്മുടെ ഇന്നത്തെ ഒരുപക്ഷെ നിങ്ങൾ ജനം TV കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ഇന്ന് നമ്മുടെ ഈ മഹാനഗരത്തിൻ്റെ മാനനീയ സംഘചാലകൻ വിജയൻ ചേട്ടൻ അദ്ദേഹത്തിന് ഇന്നലത്തെ ഒരു അനുഭവം പറഞ്ഞു. അദ്ദേഹം ഇവിടെ ലോ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു സഹപാഠി ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളായിരുന്നു. അദ്ദേഹം വളരെ സജീവമായ പ്രവർത്തകനായിരുന്നു. അന്ന് വിജയൻ ചേട്ടൻ അദ്ദേഹത്തിൻ്റെ ആ വിദ്യാർത്ഥിയായ സമയത്ത് അദ്ദേഹം ഈ റൂമിൽ നിന്ന് ഇങ്ങനെ ട്രൗസർ ധരിച്ചിട്ട് ശാഖയിൽ എല്ലാ ദിവസവും പോകുമായിരുന്നു. അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റുകാരൻ എല്ലാ ദിവസവും അദ്ദേഹത്തെ പരിഹസിക്കുകയും കളിയാക്കുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ആശയം ഈ വിജയൻ ചേട്ടൻ ഇപ്പോൾ പറയുന്നത് എനിക്ക് അദ്ദേഹത്തോട് ബഹുമാനമായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ആശയത്തോടുള്ള വലിയ കമ്മിറ്റ്മെൻറ്റ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം പറഞ്ഞു ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിൻ്റെ ഫോൺ വന്നു, പക്ഷെ ഇന്നലെയാണ് അദ്ദേഹത്തിനെ കാണാൻ കഴിഞ്ഞത് എന്നും പറഞ്ഞു. അദ്ദേഹം ഈ കമ്മ്യൂണിസ്റ്റുകാരൻ തൃശ്ശൂരാണ്, പേര് അദ്ദേഹം പറഞ്ഞു, ഞാൻ പേര് പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പേര് പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞു ഞാൻ ഇന്നലെ അദ്ദേഹത്തെ പോയി കണ്ടു. അദ്ദേഹം ക്ഷണിച്ചു, കുറേ കാലങ്ങളായി ഞാൻ നിങ്ങളുടെ നമ്പർ അന്വേഷിച്ചിരിക്കുകയാണ്, എനിക്കിപ്പോഴാണ് നമ്പർ കിട്ടിയത്, എന്തായാലും എന്നെ ഒന്ന് കാണണം എന്നൊക്കെ പറഞ്ഞ് ഈ കമ്മ്യൂണിസ്റ്റുകാരൻ അദ്ദേഹത്തെ ക്ഷണിച്ചു. അങ്ങനെ അദ്ദേഹം അവിടെ പോയി. അവിടെ പോയപ്പോൾ അദ്ദേഹം ചാടി എഴുന്നേറ്റ്, കുറച്ച് അവശതയുണ്ട്, അദ്ദേഹം എഴുന്നേറ്റ് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു. കുറേ നേരം കണ്ണുനീർ വാർത്തു. ഞാൻ നിങ്ങളെ ഒരുപാട് പരിഹസിച്ചിട്ടുണ്ട്, കളിയാക്കിയിട്ടുണ്ട്. പക്ഷെ ഈ ജീവിതത്തിൻ്റെ സായാഹ്നത്തിലാണ് എനിക്ക് ബോധ്യപ്പെടുന്ന സത്യം, നിങ്ങളായിരുന്നു ശരി എന്ന്. എന്നെ പറ്റിക്കുകയായിരുന്നു, എൻ്റെ പ്രസ്ഥാനം എന്നെ ഇതുവരെ പറ്റിക്കുകയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ എനിക്ക് ഒരുപാട് കാലം കഴിയേണ്ടി വന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. എൻ്റെ ഹൃദയം നിങ്ങളോടൊപ്പമാണ് എന്ന് ഇന്ന് രാവിലെ അദ്ദേഹം, നിങ്ങൾ ജനം TV കണ്ടിട്ടുള്ളവർക്കത് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് അനുഭവം പറഞ്ഞു. നമ്മളെ എതിർത്തിരുന്നവരെല്ലാം, നമ്മളെ പരിഹസിച്ചിരുന്നവരെല്ലാം അവർക്ക് വസ്തുതകൾ ബോധ്യപ്പെട്ടു. അവരെല്ലാം ഇന്ന് സ്വയംസേവകന്മാരായി തീരുന്ന കാഴ്ച നമുക്ക് കാണുന്നു. അതൊരൊറ്റപ്പെട്ട സംഭവമല്ല, നമുക്ക് എല്ലാവർക്കും അനുഭവമുണ്ട് എന്നുള്ളതാണ്. ഈ നിലയിലേക്ക് സംഘം എത്തിയത് കനലുകൾ താണ്ടിയാണ്. ചെറിയ വിലയൊന്നുമല്ല നമുക്ക് കൊടുക്കേണ്ടി വന്നത്. സാധാരണ വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞിട്ടുണ്ട്, ഒരു സാധാരണ ഒരു സംഘടനയെ സംബന്ധിച്ച് ഒരു ശക്തിശാലിയായ സംഘടന അംഗീകാരത്തിൻ്റെ ഘട്ടത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് അവർ നിശ്ചയമായും രണ്ട് ഇതിനെ താണ്ടേണ്ടി വരും എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഒന്ന് പരിഹാസത്തിൻ്റെതും അവഗണനയുടേതുമായിരിക്കും ആ രണ്ട് ഘട്ടങ്ങൾ. അതിലൊന്ന് അവഗണനയായിരിക്കും, അല്ലെങ്കിൽ പരിഹാസത്തിൻ്റെതായിരിക്കും. രണ്ടാമത് എതിർപ്പിൻ്റെതായിരിക്കും. അവർക്ക് മൂന്നാമതാണ് ഈ അംഗീകാരത്തിൻ്റെ ഘട്ടത്തിലേക്ക് എത്താൻ കഴിയുക എന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്. ഇത് സത്യത്തിൽ നമ്മുടെ സംഘടനയെക്കുറിച്ച് പറഞ്ഞതാണെന്ന് നമുക്ക് തോന്നും. ആദ്യകാലത്ത് പരമപൂജനീയ ഡോക്ടർ ജി അദ്ദേഹം ഈ കുഞ്ഞുങ്ങളുമായി ഇങ്ങനെ ഇരിക്കുമ്പോൾ വലിയ പരിഹാസമാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹം അന്ന് ഈ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, നമുക്ക് ഹിന്ദു സമാജത്തെ മുഴുവൻ സംഘടിപ്പിക്കേണ്ടതുണ്ട് എന്നൊക്കെ പറയും. അന്നത്തെ ആൾക്കാർ പറഞ്ഞു, ഈ കടലാസ് പൂ, ഇങ്ങനെ അനേകം സംഘടനകൾ ഉണ്ടായിട്ടുണ്ട്, ഈ കടലാസ് പൂവില്ലേ, നമ്മൾ ഇവിടെ പറയുന്ന കടലാസ് പൂ, അതുപോലെ ഈ മഴയത്ത് അത് കൊഴിഞ്ഞു പോകും, അതോടുകൂടി അവരുടെ സംഘാടനമൊക്കെ അവസാനിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ പരിഹസിച്ചിരുന്നു. ഡോക്ടർ ജിക്ക് ഭ്രാന്താണ് എന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന് ചിത്തഭ്രമം വന്നു. അദ്ദേഹം ഈ ഡോക്ടർ ബിരുദമൊക്കെ സമ്പാദിച്ചതിന് ശേഷം അദ്ദേഹം നോക്കൂ, ആ കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ ആ കുറ്റിക്കാടിലൊക്കെ പോയിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ ജനങ്ങൾ പരിഹസിച്ചിരുന്നു. കാരണം അന്നത്തെ സമൂഹവും അങ്ങനെയായിരുന്നു. അവർക്കൊരു ഒരിക്കലും വിശ്വാസം വന്നിരുന്നു. നെടുനാളത്തെ 500 വർഷത്തിലേറെയുള്ള അടിമത്വം കൊണ്ട് തന്നെ ആ പൗരുഷവും സ്വബോധവും ഒക്കെ തന്നെ നഷ്ടപ്പെട്ട ഒരു ജനതയായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ പരിഹാസം ചൊരിഞ്ഞിരുന്നു. പിന്നീട് എതിർപ്പിൻ്റെതായി ക്രമേണ അവർക്ക് വന്ന് നമ്മൾ നടത്തിയതുപോലുള്ള സഞ്ചലനങ്ങളും ഒക്കെ തന്നെ നാഗപ്പൂരിലൊക്കെ നടത്തി.
ആ കാലഘട്ടത്തിൽ ഈ ഹിന്ദു ഉത്സവങ്ങളിലും ഒക്കെ തന്നെ ഗുണ്ടകളും ഒക്കെ തന്നെ വന്ന് ആക്രമിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അതിനെയൊക്കെ ചെറുത്ത് നിൽക്കാൻ സ്വയം സേവകന്മാർക്ക് കഴിഞ്ഞു. അപ്പോൾ സമൂഹത്തിനൊരു വിശ്വാസം വന്നു, ഇവർ മോശക്കാരല്ല. ക്രമേണ അവരുടെ ഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചു. വലിയ സ്വീകാര്യത സാമാന്യ ജനങ്ങളുടെ അടുത്തേക്ക് വന്നു. അപ്പോ പിന്നെ എതിർപ്പിൻ്റെതായി, രാഷ്ട്രീയക്കാരൻ്റെ കണ്ണിലെ കരടായി RSS മാറി. ആദ്യകാലത്തെക്കുറിച്ച് പറയുകയാണ്. അതുകൊണ്ട് തന്നെ 48-ൽ നമ്മുടെ എല്ലാം ആരാധ്യനായ മഹാത്മാഗാന്ധിജിയുടെ വധം ആരോപിച്ചുകൊണ്ട് അന്നത്തെ സർക്കാർ, കോൺഗ്രസ് സർക്കാർ, ഈ RSSന്റെ വളർച്ച ഇല്ലാതാക്കണം എന്നതുകൊണ്ട് അവർ ആസൂത്രണം ചെയ്ത് സംഘമാണ് ഈ മഹാത്മാഗാന്ധിജിയെ കൊന്ന് എന്ന് വരുത്തി തീർത്ത് സംഘത്തെ നിരോധിച്ചു. സാക്ഷാൽ പരമേശ്വരന്റെ തിരുവവതാരം എന്നാണ് അന്നത്തെ സന്യാസി ശ്രേഷ്ഠൻ പരമപൂജനീയ ഗുരുജിയെ വിശേഷിപ്പിച്ചത്. ആ പരമപൂജനീയ ഗുരുജിയെ ജയിലിലടച്ചു. അനേകം സ്വയം സേവകന്മാർക്ക് പീഡനം കൊടുത്തു, ജയിലിലടച്ചു, ആക്രമിച്ചു, വീടുകൾ നിലംപരിശാക്കി. പലർക്കും പലായനം ചെയ്യേണ്ടി വന്നു. മഹാരാഷ്ട്രത്തിലും ഒക്കെ തന്നെ പലരും അവിടെ നിന്ന് ഓടിപ്പോകേണ്ടി വന്നു മറ്റു പല നാടുകളിലേക്കും. കോൺഗ്രസ്സുകാർ ചെറിയ അക്രമമൊന്നുമല്ല അന്ന് നടത്തിയത്. ഒട്ടനവധി സ്വയം സേവകന്മാർക്ക് ജീവഹാനി വന്നു. പിന്നീട് സർദാർ വല്ലഭായ് പട്ടേൽ പറഞ്ഞു, ചില കോൺഗ്രസ്സുകാർ ധരിക്കുന്നത് അവരുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് RSSനെ ഇല്ലാതാക്കാമെന്നാണ്. ലാത്തിയും തോക്കും കൊണ്ട് ഒരു പ്രസ്ഥാനത്തെയും ഇല്ലാതാക്കുവാൻ സാധ്യമല്ല. ലാത്തിയും തോക്കും കള്ളനും കൊള്ളക്കാർക്കുമുള്ളതാണ്. RSSകാർ അത്തരക്കാരല്ല, അവർ തികഞ്ഞ ദേശസ്നേഹികളാണ് എന്ന് വല്ലഭായ് പട്ടേൽ പറഞ്ഞു. RSSന് മേൽ നിരോധനം മാറ്റി. നേരത്തെ പറഞ്ഞതുപോലെ പരമപൂജനീയ ഗുരുജി സ്വയം സേവകൻ ജയിൽ മോചിതനായി. അദ്ദേഹം സ്വയം സേവകന്മാരെ വീണ്ടും സംഘടിപ്പിച്ചു. സമാജത്തിൽ സ്വീകാര്യത ലഭിച്ചു. വീണ്ടും സംഘം വളർന്നു. അടിയന്തരാവസ്ഥയിൽ നമുക്കറിയാം എത്രമാത്രം ഈ പ്രദേശത്തും ഒക്കെ തന്നെ അമ്മമാരുൾപ്പെടെ, ഈ ആലുവയിലും ഒക്കെ തന്നെ അമ്മമാർ സത്യാഗ്രഹത്തിന് പോയ അമ്മമാരെ പുരുഷന്മാരായിട്ടുള്ള പോലീസുകാർ അടിച്ചു. ഈ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഒരു അമ്മ മൃത്യു വരിച്ചു. ഈ അടുത്ത ദിവംഗതയായി, ഈ അടുത്ത കാലത്താണ്. ആ അമ്മയെക്കുറിച്ച് പറഞ്ഞു, സത്യാഗ്രഹത്തിന് പോയി പുരുഷന്മാരായിട്ടുള്ള പോലീസുകാർ വന്ന് ലാത്തി കൊണ്ട് അടിച്ചു. ഈ അമ്മ കൈയും കെട്ടി. ആ അമ്മയും 2-3 അമ്മമാരും കൂട്ടരുണ്ടായിരുന്നു. അടിയന്തരാവസ്ഥ കാലത്തിൽ സ്വയം സേവകന്മാരാൽ പ്രേരിതരായ അമ്മമാർ പോലും ഒട്ടനവധി പറയാനുണ്ട്. ഈ സന്ദർഭത്തിൽ അത് വിശദീകരിക്കുവാനൊന്നും നേരമില്ല. അടിയന്തരാവസ്ഥക്കെതിരെ സ്വയം സേവകന്മാർ നടത്തിയ, സംഘബന്ധുക്കൾ നടത്തിയ ധീരമായ പോരാട്ടത്തിന്റെ കഥകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. എന്തായാലും ആ സന്ദർഭങ്ങളിൽ ഒട്ടനവധി പീഡനങ്ങൾ സ്വയം സേവകന്മാർക്ക് ഏൽക്കേണ്ടതായിട്ട് വന്നു. ഈ കേരളത്തിലും കേരളത്തിന് പുറത്തും കമ്മ്യൂണിസ്റ്റുകാർ ഈ പരിപ്പ് ഇവിടെ വേവുകില്ല മോനെ RSSകാരാ എന്ന് മുദ്രാവാക്യം വിളിച്ചു. നാഗപ്പൂരിലെ നാരങ്ങ അവിടെ വിറ്റാൽ മതി എന്നൊക്കെയാണ് അവർ പരിഹസിച്ചത്. 98 സ്വയം സേവകന്മാർക്ക് ബലിദാനികളാകേണ്ടി വന്നു. ഈ പരിശുദ്ധമായ ഈ ഭാരതമാതാവിനെ ജയജയകാരം മുഴക്കിയതിൻ്റെ പേരിൽ, ഈ സ്വധർമ്മത്തിൽ അഭിമാനത്തോടുകൂടി നിന്നതിൻ്റെ പേരിൽ, ഈ നമ്മുടെ പാരമ്പര്യത്തെയും അതുപോലെ നമ്മുടെ പൂർവികന്മാർക്ക് ജയജയകാരം മുഴക്കിയതിൻ്റെ പേരിൽ 298 സ്വയം സേവകന്മാർക്കാണ് ജീവൻ കൊടുക്കേണ്ടി വന്നത്. എത്രയോ കുടുംബങ്ങൾ, ഞാനിത് പറയുമ്പോൾ ഞാൻ 10-30 വർഷമായി ഈ കേരളത്തിൽ പല മേഖലകളിൽ പ്രവർത്തിച്ചതിൻ്റെ അനുഭവം കൊണ്ട് പറയുകയാണ്. എത്രയോ കുടുംബങ്ങളെ എനിക്ക് ഓർമ്മ വരികയാണ്. സാധാരണക്കാരിൽ സാധാരണക്കാരായവർ. അവർ ഈ സംഘത്തിൽ നിന്നൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. സംഘം ഈ രൂപത്തിൽ വളരുമെന്നോ ഒന്നും അങ്ങനെ ഒരു കാലഘട്ടവും ആയിരുന്നില്ല. ആ കാലഘട്ടത്തിലും സംഘത്തിനോടൊപ്പം സത്യത്തിന്റെ വഴിയാണത് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അവർ ആത്മാർത്ഥമായി നിന്ന് പ്രവർത്തിച്ചു. അവർക്ക് ഒട്ടനവധി നഷ്ടം, അങ്ങനെ എത്രയോ കുടുംബങ്ങൾ. പക്ഷേ അവരാരും പിന്മാറില്ല, അവർ പ്രവർത്തിച്ചു. അങ്ങനെയൊക്കെയുള്ള ഒട്ടനവധി ത്യാഗങ്ങൾ നമുക്ക് ഈ രൂപത്തിലേക്ക്, ഈ അംഗീകാരത്തിന്റെ തലത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് നമുക്ക് കടക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതും ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കേണ്ടതാണ്.
നമുക്കറിയാം, ഭാരതത്തിലാണ് സംഘം രൂപം കൊണ്ടത്. 1925 എന്ന് പറയുമ്പോൾ സ്വാതന്ത്ര്യം ലഭിക്കുമെന്നൊരു ലാഞ്ചന പോലും ഉണ്ടായിരുന്നില്ല. അതൊക്കെ ഏതാണ്ട് 1940 കഴിയുമ്പോഴാണ് സ്വാതന്ത്ര്യം ലഭിക്കും എന്നൊക്കെയുള്ളതിന്റെ ചില സൂചനകൾ ലഭിച്ചത്. ഡോക്ടർ ബിരുദമൊക്കെ സമ്പാദിച്ചു വന്ന ഡോക്ടർ കേശവ ബൽറാം ഹെഡ്ഗേവാർ അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിച്ചു. ഇതിൽ ഒരു പുതിയ കാര്യമൊന്നുമല്ല. ഇവിടെ ഇരിക്കുന്ന ഒരു പക്ഷേ പുതിയ കുറച്ച് സ്വയംസേവകന്മാർ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും അറിയുന്നതാണ്. സംഘബന്ധുക്കൾക്കും ഏറെക്കുറെ ഇതിനെക്കുറിച്ചൊക്കെ അറിയുന്ന കാര്യങ്ങളാണ്. എന്നിരുന്നാൽ ഞാനത് ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രം. അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ ജില്ലാതലത്തിൽ നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കെ, അന്ന് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അന്ന് വിപ്ലവ പ്രസ്ഥാനങ്ങളിലുമൊക്കെ തന്നെ അദ്ദേഹം ചേർന്ന് പ്രവർത്തിച്ചു. അദ്ദേഹം 2-3 തവണ ജയിലിൽ പോയി. അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളൊക്കെ തന്നെ ഉണ്ട്. നിസ്സഹകരണ പ്രസ്ഥാനത്തിലുമൊക്കെ തന്നെ പോയി അതിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം ജയിലിൽ പോയിട്ടുണ്ട്. എന്തായാലും ശരി, ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഹൃദയത്തെ തകർക്കുന്ന അനേകം കാഴ്ചകൾ അദ്ദേഹത്തിന് കാണേണ്ടി വന്നു. അതുകൂടി ഓർമ്മിക്കുമ്പോഴാണ് ഇന്നത്തെ ഈ സംഘത്തിന്റെ മഹാത്മ്യം നമുക്ക് ബോധ്യപ്പെടുക. അദ്ദേഹം കണ്ടത്, അന്ന് ഈ ബ്രിട്ടീഷുകാരൻ അവരുടെ രഥത്തിലേക്കൊക്കെ കയറാൻ വരുമ്പോ ആ ചവിട്ടുപടിയായി നിന്നു കൊടുക്കുന്ന ബ്രിട്ടീഷ് കുപ്പായമണിഞ്ഞ ഭാരതീയനെ അദ്ദേഹം കണ്ടു. വീരനായ റാണാ പ്രതാപന്റെയും ശിവാജിയുടെയും ബന്ദാ ബൈരാഗിയുടെയും ഒക്കെ തന്നെ പിൻഗാമികളായ ഈ ഭാരതീയന് ഈ അടിമ മനോഭാവം എവിടുന്ന് വന്നു എന്നത് അദ്ദേഹത്തിന്റെ ഹൃദയത്തെ തകർത്ത് കളഞ്ഞു. എന്നിട്ട് അതിൽ അഭിമാനിക്കുന്നു. മറ്റൊന്ന് അദ്ദേഹം കണ്ടത്, ഈ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ദാഹിക്കുന്ന ഈ സമരം ചെയ്യുന്ന ഭാരതീയനെ അടിക്കുന്നത് ഈ രാജാക്കന്മാരുടെ പട്ടാളത്തിലുമൊക്കെ തന്നെ നിന്ന് അവിടുന്ന് മാറി ബ്രിട്ടീഷുകാരൻ 10 റുപ്യ അധികം കൊടുത്തപ്പോൾ അവരുടെ സൈന്യത്തിൽ ചേർന്ന ഈ ഭാരതീയൻ തന്നെ ബ്രിട്ടീഷുകാരെക്കാൾ വീറോടുകൂടി ആവേശത്തോടെ വാശിയോടെ സ്വന്തം നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്യുന്ന ഈ ഭാരതീയനെ അടിക്കുവാൻ ഈ ഭാരതീയൻ തന്നെ നിൽക്കുന്നത് അദ്ദേഹത്തെ തകർത്ത് കളഞ്ഞു. അങ്ങനെ ഒട്ടനവധി അനുഭവങ്ങൾ അദ്ദേഹം കണ്ടു. അദ്ദേഹം ചിന്തിച്ചു, എങ്ങനെയാണ് നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ സ്വർണ്ണക്കിളി എന്ന് പുകൾപെറ്റ ഈ നാട്, നാനാരത്ന വസുന്ധര എന്ന് പുകൾപെറ്റ ഈ നാട്, വീരപ്രസവിനി, നമ്മുടെ ഈ ഭാരതത്തിലുള്ള ഒരു പേരാണ് വീരപ്രസവിനി, വീരന്മാരിൽ വീരന്മാരെ പ്രസവിച്ച നാട്. ലോകം കണ്ടിട്ടുള്ള വീരന്മാർ ഇന്ന് ഭാരതീയരോടൊപ്പം ഒരു വീരനുമില്ല. നിങ്ങൾ ഏത് വീരനെ പരിശോധിച്ചുകൊള്ളുക, അത്രയും വീരന്മാരിൽ വീരന്മാർ. ശ്രീരാമചന്ദ്ര പ്രഭു, ശ്രീകൃഷ്ണ പരമാത്മാവ്, അങ്ങനെയുള്ള വീരന്മാർ ഏത് നാട് കണ്ടു? നമ്മുടെ ഛത്രപതി ശിവാജിയെ പോലൊരു വീരനെ 50 വർഷം കൊണ്ട് 272 യുദ്ധങ്ങൾ നടത്തിയ ശിവാജിയെ പോലൊരു വീരനെ ഏതെങ്കിലും നാട്ടിൽ നമുക്ക് കാണാൻ കഴിയുമോ? ചുമ്മാതല്ല നമ്മുടെ നാടിന് വീരപ്രസവിനി എന്നൊരു പേര് വന്നത്. അങ്ങനെയുള്ള ഈ നാട് എങ്ങനെ ഈ 5ഓ 6ഓ ബ്രിട്ടീഷുകാർക്ക് കീഴ്പ്പെട്ടു പോയി? അതിനെക്കുറിച്ച് അദ്ദേഹം അന്വേഷിച്ചു. ഇത് ശാശ്വതമായ ഒരു പരിഹാരം ഇതിന് കാണണമെന്ന് അദ്ദേഹം ചിന്തിച്ചു. അനേകം മഹാനുഭാവന്മാരുടെ ചിന്തകൾ അദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ള സത്യമാണ്. ഒരു സന്ദർഭത്തിൽ വിവേകാനന്ദ സ്വാമികളോട് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ വന്ന് ചോദിച്ചു. അദ്ദേഹത്തിന്റെ പ്രസംഗമൊക്കെ കേട്ട് ആവേശഭരിതരായ അവർ വന്ന് ചോദിച്ചു, അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം നേടിത്തരാൻ കഴിയുമോ എന്ന് വിവേകാനന്ദ സ്വാമികളോട് ചോദിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു, നേടിത്തരാം, നാളെ നേടിത്തരാം, പക്ഷെ അതിന് സംരക്ഷിക്കുവാനുള്ള കരുത്ത് നിങ്ങൾക്കുണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചിരുന്നു. സ്വാമികൾ ചോദിച്ചു, അതിനെ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഡോക്ടർജിയും അതിന് സമാനമായാണ് അദ്ദേഹം ചിന്തിച്ചത്. അന്നൊരു ബ്രിട്ടീഷ് അന്ധമായ ബ്രിട്ടീഷ് വിരോധം മാത്രമാണ് ഉണ്ടായിരുന്നത്. ഈ ബ്രിട്ടീഷുകാരൻ ഇവിടുന്ന് പോയാൽ അടുത്തയാൾ വരും. ഇതിന് ശാശ്വതമായ പരിഹാരം എന്ത്? ഇവിടുത്തെ സാധാരണക്കാരന്റെ ഉള്ളിൽ ദേശസ്നേഹമുണ്ടോ? അവന്റെ മഹത്തായ സംസ്കൃതിയെക്കുറിച്ചുള്ള അറിവ് അവനുണ്ടോ? അവന്റെ പൂർവികന്മാരെ കുറിച്ചുള്ള അഭിമാനബോധം അവനിലുണ്ടോ? തന്റെ ഉയർച്ചയാണ് ഈ നാടിന്റെ ഉയർച്ച എന്ന സത്യം അവൻ അറിയാമോ എന്നൊക്കെയുള്ള ചിന്തകൾ അദ്ദേഹത്തിന്റെ ഉള്ളിൽ വന്നു. സ്വാമികളും വിവേകാനന്ദ സ്വാമികളും ഇത് തന്നെയാണ് സത്യത്തിൽ ചിന്തിച്ചത്. അദ്ദേഹം വിദേശ രാഷ്ട്രത്തിൽ നിന്ന് വന്നതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, ഞാൻ വിദേശത്തിൽ യാത്ര ചെയ്തപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ട ഒരു സത്യമുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഒരു സംഘടനയില്ല, ഈ ഭാരതത്തിലൊരു സംഘടനയില്ല.
ഈ ഭാരതീയർക്ക് ശരിയായ വിദ്യാഭ്യാസമില്ല. അപ്പൊ അത് അദ്ദേഹം പറഞ്ഞു, സംഘടിതരല്ല, വിദ്യാഭ്യാസമില്ല, ശരിയായ വിദ്യാഭ്യാസം. നമ്മൾ മനസ്സിലാക്കേണ്ടത് ശരിയായ വിദ്യാഭ്യാസമില്ല, മാത്രവുമല്ല അവർക്കൊരു ആദർശബോധവുമില്ല, നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇത് മൂന്നുമുണ്ടെങ്കിൽ നമ്മുടെ ഭാരതത്തെ കീഴ്പ്പെടുത്തുവാൻ ആർക്കും സാധ്യമല്ല എന്ന് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞിരുന്നു. സത്യത്തിൽ സംഘത്തിന്റെ സ്ഥാപനത്തോടുകൂടി ഇതിനൊരു പരിഹാരമാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു സംഘടന വളർത്തിയെടുക്കുക, അതാണ് ഡോക്ടർ ജി ചിന്തിച്ചത്. ഒരു സംഘടന ഉണ്ടാകണം. അങ്ങനെയാണ് അദ്ദേഹം സംഘടനയ്ക്ക് രൂപം കൊടുത്തത്. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു, വരുന്ന 50 വർഷത്തേക്ക് നിങ്ങളുടെ ആദർശ ദേവത ഈ ഭാരതമാതാവായിരിക്കട്ടെ എന്ന് പറഞ്ഞു. തേരാ വൈഭവ അമർ രഹേ മാം. അന്നത്തെ കൂടിയ സ്വയം സേവകന്മാരെ കൊണ്ട് ഡോക്ടർ ജി പാടിച്ചതാണ്. അമ്മയുടെ കീർത്തി നിലനിൽക്കട്ടെ, ഹമദിരിച്ചാൽ രഹേ എന്ന രഹേ. ഞാൻ 3-4 ദിവസം ജീവിക്കുകയോ ജീവിക്കാതിരിക്കുകയോ ചെയ്യട്ടെ. പതതു യേശകായ. ഇവിടെ നമ്മളിപ്പോ പ്രാർത്ഥനയിൽ പാടി, പതിക്കട്ടെ എൻ്റെ ഈ ശരീരം. അമ്മയ്ക്കായി ഞാനിതാ എൻ്റെ അരയും തലയും മുറുക്കിയിരിക്കുകയാണ്. ഈ ഭാരതത്തെ ആദർശ ദേവതയാക്കി സംഘത്തിന്റെ ശാഖകളിലൂടെ ശരിയായ വിദ്യാഭ്യാസം കൊടുത്തു. അന്നത്തെ സയൻസ് പിന്നീട് നമ്മുടെ സർസംഘചാലകായിരുന്ന പൂജനീയ ദേവറസി അദ്ദേഹത്തിന്റെ അനുഭവം പറയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്ക് എല്ലാ സ്വാതന്ത്ര്യവും ഡോക്ടർ ജി നൽകിയിരുന്നു. ഞങ്ങൾക്ക് അദ്ദേഹത്തോട് എന്തും ചോദിക്കുവാനുള്ള ഒരു സ്വാതന്ത്ര്യം അദ്ദേഹം നൽകി. ഞങ്ങൾ ഒരിക്കൽ അദ്ദേഹത്തിനോട് ചോദിച്ചു, നമ്മളിങ്ങനെ ഒരുമിച്ച് പാട്ട് പാടിയാൽ, ഇങ്ങനെ ഒരുമിച്ച് വ്യായാമം ചെയ്താൽ, അങ്ങ് പറയുന്നത് പോലെ നമ്മുടെ ഈ ഭാരതത്തെ സശക്തയാക്കുവാൻ നമുക്ക് സാധിക്കുമോ? നമുക്ക് സ്വാതന്ത്ര്യം നേടാൻ നമുക്ക് കഴിയുമോ എന്നൊക്കെയുള്ള ചോദ്യം ചോദിച്ചു. നമ്മുടെ സംഘത്തിന്റെ ആ കാര്യപദ്ധതിയുടെ സവിശേഷത കൂടി നമ്മൾ ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അന്ന് പൂജനീയ ഡോക്ടർ ജി ആ 90 വർഷങ്ങൾക്ക് മുമ്പ് അന്ന് പൂജനീയ ഡോക്ടർ ജി നൽകിയ ആ ഉത്തരം ഇന്ന് നമുക്കെല്ലാം ബോധ്യപ്പെടുന്നതാണ്. സ്വാമി വിവേകാനന്ദന്റെ ചിന്തയുടെ പരിഹാരം എന്ന് ഞാൻ പറയുമ്പോൾ ഇന്ന് നമുക്ക് ബോധ്യപ്പെടും. ഇന്ന് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് ചിന്തിച്ചാൽ നമുക്കത് ബോധ്യപ്പെടും. അന്ന് പൂജനീയ ഡോക്ടർ ജി ആ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞു, നമ്മുടെ സംഘത്തിന്റെ ശാഖ ഒരു പവർ ഹൗസാണ്, ഒരു പവർ ജനറേറ്റ് ചെയ്യുന്ന ഇടമാണ്. ഇവിടുന്ന് ഉത്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതി ഒരു വൈദ്യുതി ഉത്പാദന കേന്ദ്രത്തിൽ അവിടെ ഉത്പാദിപ്പിക്കപ്പെടുന്ന ആ വൈദ്യുതി, ഇലക്ട്രിസിറ്റി, അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. വൈദ്യുതിയുടെ ഉപയോഗങ്ങളെ കുറിച്ച് പറഞ്ഞു. എൻജിൻ പ്രവർത്തിപ്പിക്കുന്നില്ലേ, മൈക്ക് പ്രവർത്തിപ്പിക്കുന്നില്ലേ, ലൈറ്റ് പ്രവർത്തിക്കുന്നില്ലേ എന്നതുപോലെ ഈ ശാഖയിൽ നിന്ന് ഉയർന്നു വരുന്ന വ്യക്തിത്വങ്ങൾ നാളെ ഈ നാടിനെ ശരിയായ ദിശയിലേക്ക് നയിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും എന്ന് അന്ന് പൂജനീയ ഡോക്ടർ ജി ഉത്തരം ഞങ്ങൾക്ക് പറഞ്ഞു തന്നു എന്ന് ദേവർസി പിൽക്കാലത്ത് പറഞ്ഞു. ഇന്ന് നമുക്കത് അനുഭവപ്പെടുകയാണ്. ഈ നാടിന്റെ രക്ഷ ഉറപ്പാക്കുന്നു എന്ന് ജസ്റ്റിസ് കെ.ടി. തോമസ് പറഞ്ഞുവെങ്കിൽ അത് 100 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പരമപൂജനീയ ആ അടിമ ഭാരതത്തിൽ നിന്നുകൊണ്ട് ആ ക്രാന്തദർശി, സ്വാതന്ത്ര്യത്തിന്റെ ലാഞ്ചന പോലും ഇല്ലാത്ത കാലഘട്ടത്തിൽ 5-6 കുഞ്ഞുങ്ങൾ മാത്രമുണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ ഈ സത്യം വിജയിക്കുക തന്നെ ചെയ്യും എന്ന് നിശ്ചയമുണ്ടായിരുന്ന ആ ക്രാന്തദർശി അന്ന് പ്രവചിച്ചത് ഇന്ന് നമുക്ക് സത്യമായി ഭവിക്കുകയാണ്. ഇന്ന് നേരത്തെ ഇവിടെ പറഞ്ഞു, സേവനത്തിന്റെ രംഗത്തെക്കുറിച്ചുമൊക്കെ ഇവിടെ പറഞ്ഞു. ഈ ഭാരതത്തിന് എപ്പോഴൊക്കെ വിപത്തുണ്ടായിട്ടുണ്ട് അവിടെയൊക്കെ ഓടിയെത്തി സ്വയം സേവകന്മാർ. അത് വെള്ളപ്പൊക്കമായിക്കൊള്ളട്ടെ, സുനാമി ആയിക്കൊള്ളട്ടെ, വിമാനാപകടമായിക്കൊള്ളട്ടെ, കൊടുങ്കാറ്റായിക്കൊള്ളട്ടെ, ട്രെയിൻ എന്തായിക്കൊള്ളട്ടെ, ആ സന്ദർഭങ്ങളിലെല്ലാം മേഘവിസ്ഫോടനം ഉണ്ടായി. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഉത്തരാഖണ്ഡിൽ ഒരു സൈന്യ അധികാരി തന്നെ പറഞ്ഞത്, ഞങ്ങൾ എത്രയോ സമയമായി നിന്ന് സേവനം ചെയ്യുന്നു, കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ ആ പ്രദേശത്തേക്ക് RSSകാരെത്തി. അപ്പോൾ അവിടെ സാധാരണക്കാരുടെ ആൾക്കാരുടെ മുഖം വിടർന്നു, അവർ ആശ്വാസം കൊള്ളുന്നു. അവർ പറഞ്ഞു, ഞങ്ങളുടെ ശരിയായ രക്ഷകരെത്തി എന്നവർ ബോധ്യപ്പെട്ട അനുഭവം ഒരു സൈനികൻ പറഞ്ഞു. ശരി, അവർക്ക് ബോധ്യം ഇത്രയും നെടുനാളത്തെ അനുഭവത്തിൽ അവർക്ക് ബോധ്യം വന്നു. അതാണ് അവരുടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞതാണെന്നൊക്കെ സൈനിക ഉദ്യോഗസ്ഥൻ പിന്നീട് വിവരിക്കുകയുണ്ടായി. എന്തായാലും ശരി, നമ്മുടെ ഈ നാടിന് ഏതൊക്കെ തരത്തിലുള്ള ആപത്തുകൾ ഉണ്ടായിട്ടുണ്ടോ, യുദ്ധം സന്ദർഭങ്ങളിൽ പോലും ഇപ്പൊ ഈ സ്റ്റാമ്പ്
റിലീസ് ചെയ്ത സന്ദർഭത്തിൽ നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രി പറഞ്ഞു, 1962 ചൈന വാറില് സ്വയം സേവകന്മാർ അവർ പങ്കെടുത്ത ട്രാഫിക്, അവർ ആയുധമേന്തി എന്നുള്ള അർത്ഥത്തിലല്ല, ട്രാഫിക് നിയന്ത്രിക്കാൻ, ആയുധം എത്തിച്ചു കൊടുക്കാൻ, സൈനികർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുവാൻ, ഒട്ടനവധി ആംബുലൻസ് തയ്യാറാക്കുവാൻ, ഹോസ്പിറ്റൽ ശുശ്രൂഷിക്കുവാൻ ഒക്കെ തന്നെ സൈനികരോടൊപ്പം സംഘത്തിന്റെ സ്വയം സേവകന്മാർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 1963 ജവഹർലാൽ നെഹ്റു അദ്ദേഹം പ്രധാനമന്ത്രിയായിരിക്കെ അദ്ദേഹം ആ ജനുവരി 26 പരേഡില് സൈന്യത്തോടൊപ്പം ആ പരേഡിൽ പങ്കെടുക്കുവാൻ സ്വയം സേവകന്മാരെ അതിൻ്റെ ഓർമ്മ പുതുക്കിക്കൊണ്ടാണ് ഈ സ്റ്റാമ്പ് റിലീസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ വിപരീതമായ പരിതസ്ഥിതികളിലെല്ലാം മോർബിയില് വെള്ളപ്പൊക്കമുണ്ടായി, വലിയ ശവങ്ങളൊക്കെ തന്നെ മരത്തിന്റെ മുകളിലൊക്കെ തന്നെ തങ്ങിപ്പോയി. അതെടുക്കുവാൻ സ്വയം സേവകന്മാർ പോകേണ്ടി വന്നു. ഒരിക്കൽ അവിടെ അന്നത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി സർസംഘചാലകനോട് ചോദിച്ചു, അല്ല നിങ്ങൾ ഈ ശവമെടുക്കുവാനുള്ള പരിശീലനങ്ങൾ കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ശാഖയിൽ കബഡി കളിക്കുന്നു, മാത്രമല്ല ഞങ്ങൾ ഈ സമാജം എൻ്റേതാണ് എന്ന ചിന്ത ഞങ്ങൾ വളർത്തിയെടുക്കുന്നു എന്നുള്ളതാണ്. ഈ സമാജം എൻ്റേതാണ് എന്ന ആ മനസ്സാണ് നമ്മുടെ സംഘത്തിന്റെ ശാഖയിലൂടെ നമുക്ക് ബോധ്യം വരുന്നത്. ഒരുപക്ഷെ കാഴ്ചയിൽ നിസ്സാരങ്ങളായ കാര്യങ്ങളെന്ന് തോന്നാം, ബാഹ്യമായി നമ്മൾ നോക്കുന്ന പുറത്തുനിന്ന് ഒരാൾ നോക്കിക്കഴിഞ്ഞാൽ ചെറിയ കളികളാണ്, അല്ലെങ്കിൽ ചെറിയ വ്യായാമ യോഗകൾ, അതിലൂടെ വലിയ പരിവർത്തനമാണ് നമ്മുടെ ഉള്ളിൽ വരുന്നത്. എന്നത് ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. നമ്മുടെ ഇന്ന് എന്തായാലും ശാഖയിൽ നിന്ന് രൂപപ്പെട്ടു വരുന്ന ആ വ്യക്തിത്വങ്ങൾ ഇന്ന് നാടിനെ ഭരണാധികാരികളായിക്കൊള്ളട്ടെ, വിവിധ സംഘടനകളായിക്കൊള്ളട്ടെ, ജനജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും, അത് വിദ്യാഭ്യാസ മേഖല ആയിക്കോട്ടെ, തൊഴിലാളി മേഖല ആയിക്കോട്ടെ, ശാസ്ത്രത്തിന്റെ മേഖല ആയിക്കൊള്ളട്ടെ, ഏത് മേഖല, വനവാസിയുടെ മേഖലകളിലായിക്കൊള്ളട്ടെ, എല്ലാ മേഖലകളിലും ഇന്ന് സംഘത്തിന്റെ പ്രവർത്തനം, വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നുള്ളതൊക്കെ നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഇന്ന് സംഘത്തിന്റെ അനേകം സംഘടനകൾ നമ്മുടെ ഈ കേരളത്തിൽ തന്നെ ഏതാണ്ട് 42ഓളം സംഘടനകൾ പ്രവർത്തിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഭാരതീയ മസ്ദൂർ സംഘമുണ്ട്, വിശ്വ ഹിന്ദു പരിഷത്തുണ്ട്, ABVP ഉണ്ട്, വിജ്ഞാൻ ഭാരതിയുണ്ട്. അങ്ങനെ ഒട്ടനവധി സംഘടനകൾ നമ്മുടെ ഈ കേരളത്തിലും പ്രവർത്തിക്കുകയാണ്, അഖില ഭാരതീയ അടിസ്ഥാനത്തിലും പ്രവർത്തിക്കുന്നു. മാനനീയ ഠേങ്കിടിജി, ദത്തോപാന്ത് ഠേങ്കിടിജി കേരളത്തിലും ഒക്കെ തന്നെ പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിൽ അല്ലെങ്കിൽ തുടങ്ങുന്നതിൽ നേതൃത്വം കൊടുത്ത ഠേങ്കിടിജി പറഞ്ഞു, ഇത് ലോകത്തിലെ ആദ്യത്തെ ഒരു പരീക്ഷണമാണ്. ഓരോ സംഘടനകളും സ്വതന്ത്രമാണ്, സ്വായക്തമാണ്, എന്നാൽ ഒരു ആന്തരികമായ ഒരു ചരട് അവരെ ബന്ധിപ്പിച്ചിരിക്കുന്നു എന്നൊക്കെ അദ്ദേഹം അതിനെ വിശദീകരിച്ചിരുന്നു. അപ്പൊ നമ്മുടെ ഈ വിവിധങ്ങളായ സംഘടനകളും ഒക്കെ തന്നെ ഒരു സംഘർഷവുമില്ലാതെ, മാത്രമല്ല മറ്റു സംഘടനകളൊക്കെ ഇന്ന് 10, 20, 80 ഒക്കെയായി വിഭജിച്ചു പോയ സമയത്ത് RSS ഒരൊറ്റ ശക്തിയായി വളരുന്ന നമുക്കറിയാം. രാഷ്ട്രീയ സ്വയംസേവക സംഘം Aയും Bയും Z ഒന്നും ഉണ്ടായിട്ടില്ല. ഈ സംഘടനകളും സംഘവുമായി ചേർന്ന് സമരസപ്പെട്ട് പ്രവർത്തിക്കുന്നു. അതിനെ നമ്മുടെ പ്രധാനമന്ത്രി അതിനെക്കുറിച്ച് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അതിന്റെ കാരണം എല്ലാവരുടെയും ലക്ഷ്യമൊന്നാണ്. എല്ലാവരും ഈ ഭാരതമാതാവിന്റെ വൈഭവപൂർണമായ അവസ്ഥയെ കൈവരിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ നിത്യവും പ്രാർത്ഥനയിൽ പാടുന്നു, പരം വൈഭവം നേതുമേതസ്വരാഷ്ട്രം. നേരത്തെ അദ്ദേഹം പറഞ്ഞു, നമ്മുടെ സനാതന ധർമ്മത്തിന്റെ ശാക്തീകരണത്തിലൂടെയാണ് നാം അത് നേടിയെടുക്കുവാൻ ആഗ്രഹിക്കുന്നത്. നേരത്തെ നമ്മുടെ അധ്യക്ഷൻ സൂചിപ്പിച്ചു, സനാതന ധർമ്മത്തിന്റെ നമുക്ക് നേടിയെടുക്കുവാനുള്ള ലക്ഷ്യം അത് തന്നെയാണ്. നമ്മുടെ മഹത്തായ ഈ സനാതന ധർമ്മത്തിന്റെ ശാക്തീകരണത്തിലുള്ള വൈഭവശാലിയായ ഒരു ഭാരതത്തിന്റെ രചനയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. സനാതന ധർമ്മത്തെക്കുറിച്ച് മഹർഷി അരവിന്ദ മഹായോഗി പറഞ്ഞത്, സനാതന ധർമ്മത്തിലാണ് ഈ ഭാരതം ജനിച്ചത്, സനാതന ധർമ്മത്തിലാണ് ഈ ഭാരതം വളർന്നത്. സനാതന ധർമ്മം ശക്തിപ്പെട്ടപ്പോഴൊക്കെ ഈ ഭാരതം ശക്തിപ്പെട്ടു. സനാതന ധർമ്മം നശിച്ചാൽ, അങ്ങനെയൊന്ന് സംഭവിച്ചാൽ, അദ്ദേഹം പറഞ്ഞു, അങ്ങനെയൊന്ന് സംഭവിച്ചാൽ ഈ ഭാരതം നശിച്ചു പോകും എന്ന് ആ മഹായോഗി പ്രവചിക്കുകയുണ്ടായി. ഡോക്ടർ ആനി ബസന്റ് പറഞ്ഞു, അവർ മറ്റൊരു രൂപത്തിൽ പറഞ്ഞു, അവർ സനാതന ധർമ്മത്തെ ഹിന്ദുത്വം എന്ന് അവർ പറഞ്ഞു. ഞാൻ ഈ ലോകത്ത് നിലനിൽക്കുന്ന 40ഓളം ദർശനങ്ങളെക്കുറിച്ച് ആഴത്തിൽ പഠനം നടത്തി. എനിക്ക് ബോധ്യപ്പെട്ടൊരു സത്യം ഞാൻ പറയുകയാണ്, ഈ ഭാരതത്തിന്റെ ഹിന്ദുത്വത്തോളം ശാസ്ത്രയുക്തവും
നൂതനവുമായ മറ്റൊന്നിനെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ അതിനെ എത്ര കണ്ടറിയുന്നുവോ അത്ര കണ്ട് നിങ്ങൾ അതിനെ സ്നേഹിക്കും. ഈ ഭാരതത്തിന്റെ മണ്ണിൽ നിന്ന് ഈ ഹിന്ദുത്വത്തെ അടർത്തി മാറ്റുകയാണെങ്കിൽ ഒരു വലിയ വൃക്ഷം അതിന്റെ മണ്ണിൽ നിന്ന് അടർത്തി മാറ്റപ്പെട്ടതുപോലെ അത് കടപുഴകി വീഴും എന്ന് പറഞ്ഞു. ഈ ഭാരതത്തിന്റെ ആത്മാവിനെ അറിഞ്ഞ ദാർശനികന്മാർക്കെല്ലാം ബോധ്യപ്പെട്ട സത്യമാണത്. നമ്മുടെ ഈ സനാതന ധർമ്മത്തിന്റെ ഈ അടുത്ത കാല സനാതന ധർമ്മത്തിനെ കുറിച്ചൊക്കെ ചില വിശദീകരണങ്ങൾ പല ഭാഗത്തുനിന്നും പല കോണുകളിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ സനാതന ധർമ്മം ഒന്ന് മാത്രമാണ് ഇന്ന് ലോകം അത് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ഈ ലോകത്തിന്റെ ശാന്തിക്കായി ഇന്ന് ലോകം കാണുന്ന ഒരേ ഒരു വഴി അത് സനാതന ധർമ്മത്തിന്റെ വഴിയാണ്. നാം അന്ന് പരമോദനീയ ഡോക്ടർ ജി സംഘം ആരംഭിച്ച കാലഘട്ടത്തിൽ അന്നത്തെ സ്വയംസേവകന്മാരോട് പറഞ്ഞു, ഈ ഭാരതത്തെ സശക്തയാക്കിക്കൊണ്ട് ലോക കല്യാണത്തിനാണ് നാം പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞിരുന്നു. ഇന്ന് നമുക്കതിൻ്റെ ഒരു അവസ്ഥ വന്നിരിക്കുകയാണ്. ഈ ഭാരതം ഇന്ന് ലോകത്തിന് വഴികാട്ടിയായി തീർന്നിരിക്കുകയാണ്. ലോകം ഭാരതത്തെ നോക്കുകയാണ്. ഭാരതത്തിൻ്റെ ദർശനങ്ങൾ എല്ലാത്തിലും ഒരേ ചൈതന്യം കാണുന്ന ഇന്ന് നമുക്കറിയാം ലോകത്തിൽ ഭീകരവാദം, എന്തെല്ലാം മൂല്യ തകർച്ച, പണത്തിനോടുള്ള ആർത്തി, ഇതെല്ലാം ഇന്ന് ലോകത്ത് എന്തെല്ലാം വെല്ലുവിളികളുണ്ടോ ആ വെല്ലുവിളികൾക്കെല്ലാം ഇന്ന് പരിഹാരമായി ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് ആഗ്രഹിച്ച ഒരു ദർശനം. സോഷ്യലിസം ഒക്കെ എത്ര വിശ്വം ഭവത്യേക നീടം, നമ്മുടെ ഋഷിമാർ എത്രയോ കാലങ്ങൾക്കും ഈ വിശ്വം ഒരു പക്ഷിക്കൂട് പോലെ, വിശ്വം ലോക മനുഷ്യ സുഖിനോ ഭവന്തു എന്നല്ല പറഞ്ഞത്, സമസ്തവും ചെടികളിലും പുല്ലിലും പുഴുവിലും വരെ ഈശ്വരനെ കണ്ട ഒരു മഹത്തായ ദർശനം. അതാണ് നമ്മുടെ ഹൈന്ദവ ദർശനം, അതാണ് നമ്മുടെ സനാതന ധർമ്മം. ഈ സനാതന ധർമ്മത്തിന്റെ സംരക്ഷണം ഉറപ്പാക്കിക്കൊണ്ട് നമ്മൾ അതിനുവേണ്ടിയാ പ്രവർത്തിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ പ്രതിജ്ഞയിൽ നമ്മൾ ചൊല്ലുന്നത്, നമ്മുടെ സംഘത്തിൽ വന്ന കുറെ കാലങ്ങൾക്ക് ശേഷം നമ്മളൊരു പ്രതിജ്ഞ എടുക്കാറുണ്ട്. ശ്രീ പരമേശ്വരനെ സാക്ഷിയാക്കിക്കൊണ്ടും നമ്മുടെ പൂർവികന്മാരെ സ്മരിച്ചുകൊണ്ടും ഒക്കെ തന്നെ നമ്മളൊരു പ്രതിജ്ഞ എടുക്കാറുണ്ട്. ആ പ്രതിജ്ഞയിൽ മഹത്തായ നമ്മുടെ ഹിന്ദു ധർമ്മം, ഹിന്ദു സംസ്കാരം, ഹിന്ദു സമാജം എന്നിവയെ സംരക്ഷിച്ചിട്ട് ഹിന്ദു രാഷ്ട്രത്തിന്റെ സർവതോമുഖമായ ഉന്നതിക്കായി ഞാൻ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ഘടകമായി തീർന്നിരിക്കും എന്നതാണ്. അപ്പൊ നമുക്ക് ഈ സനാതന ധർമ്മത്തെ സംരക്ഷിക്കുക എന്ന ആ മഹത്തായ ദൗത്യമാണ് നമുക്ക് പൂർത്തീകരിക്കുവാനുള്ളത്. അതിനുവേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പാകണം സത്യത്തിൽ ഈ ശതാബ്ദി വേളയിൽ നാം ഓരോരുത്തരും നടത്തേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ഇന്നലെ നമ്മുടെ മാനനീയ ദത്താജിയും ആദരണീയനായ പ്രധാനമന്ത്രിയും പറഞ്ഞതുപോലെ നമുക്ക് 5 കാര്യങ്ങളിൽ ഊന്നൽ കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കണം. നമ്മളെല്ലാം നമ്മുടെ കുടുംബത്തെ മാത്രമല്ല, നമ്മുടെ സഹകരണം കൊണ്ട്, സഹവർത്തിത്വം കൊണ്ട് നമ്മളുമായി ബന്ധപ്പെടുന്ന എല്ലാ കുടുംബങ്ങളിലും ആ കുടുംബത്തിന്റെ ശാക്തീകരണം ഉണ്ടാകണം. നമ്മുടെ ഹൈന്ദവത്തിന്റെ മഹത്തായ സനാതന ധർമ്മത്തിന്റെ ആ ഒരു പ്രകടീകരണം ഓരോ കുടുംബങ്ങളിലും ഉണ്ടാകണം. ഈ ലോകത്തിൽ ഏറ്റവും അടിസ്ഥാന യൂണിറ്റ് എന്ന് പറഞ്ഞാൽ കുടുംബമാണ്. കുടുംബം മുതൽ വിശ്വം വരെ എന്നാണ്. അപ്പൊ അതുകൊണ്ടാണ് ഒരു കുടുംബകം, വസുധൈവ കുടുംബകം എന്നൊരാശയം വന്നത്. ഒരു കുടുംബം പോലെ ആ കുടുംബത്തിലാണ് ആനന്ദം അനുഭവിക്കുന്നത്. ഒരു അച്ഛനും അമ്മയും മക്കളും ആ ആനന്ദം അനുഭവിക്കുന്നില്ലേ, അതുപോലെ ഈ ലോകം മുഴുവൻ ഒരു ആനന്ദം അനുഭവിക്കണം എന്ന് നമ്മുടെ ഋഷീശ്വരന്മാർ ആഗ്രഹിച്ചു. അപ്പൊ ആ കുടുംബത്തിന്റെ ശാക്തീകരണം, ആ കുടുംബത്തിൽ നമ്മളിവിടെ എല്ലാവരും അമ്മമാരും സഹോദരിമാരും എല്ലാവരും അനുഭാവികളും എല്ലാം ഇവിടെ ഒരുമിച്ച് ചേർന്നിരിക്കുന്ന ഈ വേളയിൽ 1-2 കാര്യങ്ങൾ നമ്മുടെ കുടുംബത്തിൽ ചെയ്യാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒരു അരമണിക്കൂർ ടിവിയും മൊബൈലും ഒക്കെ തന്നെ ഓഫാക്കി വെച്ചിട്ട് നമ്മുടെ കുടുംബത്തിൻ്റെയും നമ്മുടെ കുടുംബത്തിലുള്ള പൂർവികന്മാരെ കുറിച്ചും നമ്മുടെ കുടുംബത്തിൻ്റെ സദ്ഗുണങ്ങളെക്കുറിച്ചും സമൂഹത്തിൽ നിലനിൽക്കുന്ന മൂല്യങ്ങളെക്കുറിച്ചും ഒക്കെ തന്നെ 10-15 മിനിറ്റ് ആരെങ്കിലും ഒക്കെ പറയുന്നു, ഒരുമിച്ചിരുന്ന് ഭജൻ ആലപിക്കുന്നു, അവിടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇതെല്ലാം മാറ്റിവെച്ച് നമുക്ക് ആ തരത്തിൽ ചെയ്യുവാൻ കഴിയണം. നമ്മുടെ ഈ സമൂഹത്തിൽ നിലനിൽക്കുന്ന മൂല്യങ്ങളെക്കുറിച്ച്, അമ്മമാരോടുള്ള സമീപനത്തെക്കുറിച്ച്, നാട്ടിൽ നിലനിൽക്കുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ് അതിനെക്കുറിച്ചുമൊക്കെ തന്നെ, ഇന്നത്തെ ഡ്രഗ്സിൻ്റെ ഉപയോഗങ്ങളും അതിനുള്ള
പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ തന്നെ സത്യത്തിൽ ആ സന്ദർഭത്തിൽ ചർച്ചയാക്കേണ്ടതാണ്. അതിനെക്കുറിച്ച് അവബോധം ഉണ്ടാകണം, കുഞ്ഞുങ്ങളുടെ അവബോധം ഉണ്ടാകണം. അതുകൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മുടെ മഹത്തായി പാരമ്പര്യത്തെക്കുറിച്ചുമൊക്കെ തന്നെ സ്മരിക്കുന്ന ആ കുടുംബ മിലനുകൾ, മംഗള സംവാദം എന്നാണ് അതിന് പറയുന്നത്, നമ്മുടെ കുടുംബങ്ങളിൽ നടത്തണം. നമ്മളിൽ നിന്ന് തുടക്കം കുറിക്കണം. ഇത് സത്യത്തിൽ സനാതന ധർമ്മത്തിൻ്റെ സംരക്ഷണവും ശാക്തീകരണവും ഉറപ്പാക്കുന്നതാണ് എന്നതാണ് ഓർമ്മിപ്പിക്കുന്നത്. രണ്ടാമത്തത് സമരസ സമാജമാണ്. ഈ ഭേദഭാവനകൾ, ജാതി ചിന്തകൾ, ഇത് സത്യത്തിൽ ഏതൊക്കെയോ കാലഘട്ടം കൊണ്ടത് മറഞ്ഞു പോയിരുന്നത് വീണ്ടും കൊണ്ടുവരുവാൻ ഇവിടുത്തെ രാഷ്ട്രീയക്കാരനും കുൽസിത ശക്തികളും വിഘടനവാദ ശക്തികളും ശ്രമിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യവും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അയിത്തം പാപമല്ലെങ്കിൽ മറ്റൊന്നും തന്നെ ഈ ലോകത്തിൽ പാപമില്ല എന്നാണ് നമ്മുടെ തൃതീയ സർസംഘചാല പരമോചനീയ ദേവർഷി ഓർമ്മിപ്പിച്ചത്. അയിത്തം പാപമല്ലെങ്കിൽ പിന്നെ എന്താണ് പാപം? പിന്നെ ഒന്നും പാപമല്ല എന്ന് പറഞ്ഞു. നമ്മുടെ ഇപ്പോഴത്തെ സർസംഘചാലകൻ ഒരു കിണർ, ഒരു ശ്മശാനം, ഒരു അമ്പലം എന്നൊക്കെ പറയുന്നതിലൂടെ എവിടെയെങ്കിലും ഒക്കെ തന്നെ ആ വേർതിരിവുകൾ ഉണ്ടെങ്കിൽ അത് മാറി ഒരു സമാജം ഒരൊറ്റക്കെട്ടായി, ഒരു സമരസ സമാജം, നമുക്കതുകൊണ്ട് എല്ലാ വിഭാഗങ്ങളിലുമുള്ള ആൾക്കാരുടെ സുഹൃത്തുക്കളായും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കുടുംബങ്ങളുടെ സഹകരണവും ഒക്കെ തന്നെ ഉറപ്പാക്കിക്കൊണ്ട് നമുക്ക് ആ സമരസ സമാജത്തിൻ്റെ രചന, ഈ സങ്കുചിത ശക്തികളെ ഒഴിവാക്കി നിർത്തുവാൻ, അതായത് ഈ ജാതി ചിന്ത വീണ്ടും സമൂഹത്തിൽ കൊണ്ടുവരുവാൻ ആരെങ്കിലും ശ്രമിക്കുന്നുവെങ്കിൽ അവരെ അകറ്റി നിർത്തുവാനുള്ള ഒരു ജാഗ്രത, ഒരു ശ്രദ്ധ നമുക്കുണ്ടാകേണ്ടതുണ്ട്. പരിസ്ഥിതിയുമായി ഇണങ്ങിയ ഒരു ജീവിത ശൈലി നമുക്ക് ചെയ്യുവാനുള്ളത് എന്താണ്? നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കണം. നമ്മുടെ ഇലക്ട്രിസിറ്റി ആവശ്യത്തിന് AC-യും ഫാനും ഒക്കെ തന്നെ ഉപയോഗിക്കുക. ഈ ഊർജത്തിൻ്റെ സംരക്ഷണം, ഒരു പൊതുവാഹനങ്ങളിൽ പരമാവധി പൊതുവാഹനങ്ങളിൽ സഞ്ചരിക്കുക. സ്വകാര്യ വാഹനങ്ങൾ ആവശ്യത്തിന് ഉപയോഗിക്കുക, പൊതുവാഹനങ്ങളിൽ സഞ്ചരിക്കുക. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാൻ കഴിയും. പരിസ്ഥിതിയുമായി ഇണങ്ങി എന്ന് പറയുമ്പോൾ വൃക്ഷങ്ങൾ വെച്ച്, നമ്മുടെ പിറന്നാളിന് വൃക്ഷം വെച്ച് പിടിപ്പിക്കാം, പൊതു ഇടങ്ങളിൽ വൃക്ഷം വെച്ച് പിടിപ്പിക്കാം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും ഒക്കെ തന്നെ ചെയ്ത് കാവുകളെയും കുളങ്ങളെയും ഒക്കെ തന്നെ സംരക്ഷിച്ചു കൊണ്ടുമൊക്കെ തന്നെ പ്രകൃതിയുമായി ഇണങ്ങിയ ഒരു ജീവിത ശൈലിയും നമുക്ക് രൂപപ്പെടുത്തേണ്ടതുണ്ട്. നമ്മളുമായി സഹകരണം കൊണ്ട് സമാജത്തിലേക്കും ഇത് വ്യാപിക്കണം. നാലാമത് സ്വത്വബോധമാണ്. നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രി കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ചെങ്കോട്ടയിൽ വന്നൊരു പ്രസംഗം നടത്തി. അദ്ദേഹം പറഞ്ഞു, സ്വത്വബോധത്തെക്കുറിച്ചാണ്. നമ്മുടെ അടിമത്തത്തിൻ്റെ ഒരു ചെറു കണിക പോലും നമ്മുടെ ഹൃദയത്തിൽ അവശേഷിക്കരുത്, അതിനെ പരിപൂർണമായും ഒഴിവാക്കുവാൻ നമുക്ക് സാധിക്കണം എന്ന് അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നു. ഇന്നലെയും അദ്ദേഹം അത് ആവർത്തിച്ചിരുന്നു. ആ സ്വത്വബോധം, നമ്മുടെ അഭിമാനം, നമ്മുടെ മഹത്തായ പാരമ്പര്യത്തെക്കുറിച്ചുള്ള അഭിമാന ബോധം നമുക്കുണ്ടാകണം. നമ്മുടെ അന്ധമായ ഒരു വൈദേശിക അനുകരണം ഇന്ന് നമ്മൾ സമാജത്തിൽ കണ്ടുവരുന്നു. നമ്മൾ ഭാരതീയമായതെല്ലാം ഇകഴ്ത്തുവാനുള്ള പരിശ്രമങ്ങൾ അന്ന് ബ്രിട്ടീഷുകാരൻ നടത്തിയത് ഇന്ന് മറ്റു പലരിലൂടെയും അത് നടത്തുന്നതായും നമ്മൾ കാണുന്നു. അത് നമ്മുടെ സ്വത്വബോധത്തെ നശിപ്പിക്കലാണ്. അതുകൊണ്ടാണെന്ന് ഭാരതത്തിൽ എല്ലായിടവും നമ്മുടെ ഈ ആക്രമകാരികളുടെ ബോർഡുകളും സ്ഥലനാമങ്ങളും ഒക്കെ തന്നെ എടുത്തു മാറ്റിക്കൊണ്ട് നമ്മുടെ അഭിമാനശാലികളായ നമ്മുടെ പൂർവികന്മാരുടെ ബോർഡുകളൊക്കെ സ്ഥാപിക്കുന്നത്. അതിൻ്റെ പിന്നിൽ വിശാലമായ ഒരു താല്പര്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ വീടിൻ്റെ പേര് നമ്മൾ വെക്കുമ്പോൾ മലയാളത്തിൽ വെക്കുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ കല്യാണക്കുറി നമ്മൾ അടിക്കുമ്പോൾ അഥവാ ഇൻഫോർമേഷൻ എന്ന നിലയ്ക്ക്, ഒരു വിവരം കൊടുക്കാൻ എന്ന നിലയ്ക്ക് നമ്മൾ ഇംഗ്ലീഷിൽ ചില വാക്കുകൾ, സ്ഥലം അല്ലെങ്കിൽ അതൊക്കെ സമയമൊക്കെ തന്നെ വെക്കുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ കല്യാണക്കുറി നമുക്ക് അടിക്കുമ്പോൾ അത് മലയാളത്തിലാകാൻ ശ്രദ്ധിക്കണം. സ്വദേശി വസ്തുക്കളിൽ അഭിമാനബോധം ഉണ്ടാകണം. അത് സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകണം. നമ്മളെ പരമാവധി നമ്മുടെ സ്വന്തം ഭാഷ, നമ്മുടെ വേഷം, അതൊക്കെ നമുക്ക് പിന്തുടരുവാൻ സാധിക്കണം. നമ്മുടെ പുണ്യ നദികൾ, പുണ്യക്ഷേത്രങ്ങൾ, പുണ്യസ്ഥലങ്ങൾ, അവിടെയൊക്കെ തന്നെ സന്ദർശനം, നമ്മുടെ വീരപുരുഷന്മാരുടെ ഫോട്ടോ നമ്മുടെ വീടുകളിൽ വെക്കുക, അതൊക്കെ സ്വത്വബോധത്തിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ സ്വദേശി മനോഭാവം നമുക്കുണ്ടാകണം. അതുപോലെ തന്നെ പൗരബോധം, പൗരൻ്റെ കടമകളെക്കുറിച്ചും നമുക്ക് ബോധവാൻ, പൗരൻ്റെ അവകാശങ്ങളെക്കുറിച്ച് എല്ലായിടവും ചർച്ച ചെയ്യാറുണ്ട്. പക്ഷേ പൗരൻ്റെ കർത്തവ്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാറില്ല. നമ്മുടെ നാട്ടിലൊരു ഹെൽത്ത് സെൻ്റർ ഉണ്ടെങ്കിൽ, ഒരു സ്കൂളുണ്ടെങ്കിൽ, പൊതു ഇടങ്ങളുണ്ടെങ്കിൽ അത് എന്നാൽ സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്ന ബോധ്യം നേരത്തെ അത് അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. സാധാരണക്കാരനായ ഓരോ പൗരനിലും അത് ഉണ്ടാക്കിയെടുക്കുവാൻ നമുക്ക് സാധിക്കണം. അതിനുവേണ്ടിയുള്ള ചർച്ചകൾ നടക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പൊതു ഇടങ്ങൾ സംരക്ഷിക്കുക, ട്രാഫിക് നിയമങ്ങൾ പാലിക്കുക,
അങ്ങനെയുള്ള നിയമങ്ങളുടെ പാലനത്തിലൂടെയും ഒക്കെ തന്നെ നമുക്ക് ഈ തരത്തിലൊരു നല്ല പൗരനായി എങ്ങനെ നമുക്ക് ജീവിക്കാം എന്നതിൻ്റെ ഒക്കെ തന്നെ ആ കാര്യങ്ങളാണ് ഈ പഞ്ചപരിവർത്തനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് സ്വയം സേവകൻ ആചരിച്ച് തുടങ്ങണം. ഏതെങ്കിലും സ്വയം സേവകന്മാർ അതിനെക്കുറിച്ച് ഒന്ന് തുടങ്ങിയില്ല എന്നുണ്ടെങ്കിൽ എത്രയും വേഗത്തിൽ സ്വയം സേവകന്മാരും നമ്മുടെ സംഘബന്ധുക്കളും അത് ആരംഭിച്ച് സമൂഹത്തിന് മാതൃകയാകണം എന്നതാണ് ഈ സന്ദർഭത്തിൽ പറയുവാനുള്ളത്. ഈ ശതാബ്ദി കാലഘട്ടത്തിൽ നമ്മൾ 5-6 കാര്യക്രമങ്ങളിലാണ് ഊന്നൽ കൊടുക്കുന്നത്. ഒന്ന്, നമ്മൾ ഇന്നത്തെ ഈ വിജയദശമി കാര്യം എല്ലാ സ്വയം സേവകന്മാരെയും ഒരുമിച്ച് ചേർത്തുകൊണ്ടുള്ള ഒരു സാംഘിക് എന്നതിനാണ് പ്രാധാന്യം കൊടുത്തത്. രണ്ടാമത്, ഈ വരുന്ന ഈ മാസം 5-ാം തീയതി മുതൽ 26-ാം തീയതി വരെയുള്ള ജനസമ്പർക്കമാണ്. സമാജത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സമാജത്തിൻ്റെ കൂടി സഹകരണം കൊണ്ട് നടപ്പിലാക്കേണ്ട കാര്യങ്ങളാണ്. എല്ലാ കാലത്തും സമാജത്തിൻ്റെ നിസ്സീമമായ സഹകരണം നമുക്ക് ഉറപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഒരു 21-24 ദിവസത്തെ സമ്പർക്ക പരിപാടിയാണ് നമ്മൾ രണ്ടാമത് നടത്തുന്നത്. മൂന്നാമത്, നമ്മൾ ഹിന്ദു സമ്മേളനങ്ങളാണ്. പഞ്ചായത്ത് തലത്തിലുള്ള കൊച്ചു ഹിന്ദു സമ്മേളനങ്ങൾ. നമ്മൾ മഹത്തായ നമ്മുടെ പാരമ്പര്യത്തെക്കുറിച്ചും നമ്മുടെ സംസ്കാരത്തെക്കുറിച്ചുമുള്ള അറിവ് നമ്മൾ സമാജത്തിന് പുതിയ തലമുറയ്ക്കും നൽകുന്നതിന് നമുക്ക് ആ അവസരം പ്രയോജനകരമാക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, നമ്മൾ വൈചാരിക പരിപാടികളാണ്. ഈ നാടിനെ ഇകഴ്ത്തുവാൻ, നമ്മുടെ സംസ്കാരത്തെ ഇകഴ്ത്തുവാൻ അനേകം നൂറ്റാണ്ടുകളായി അനേകം പരിപാടികൾ ഇവിടെ ബ്രിട്ടീഷുകാരനും വൈദേശിക ആക്രമണകാരികളും ചെയ്തു പോന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ തലമുറയ്ക്ക് നമ്മുടെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ സംസ്കാരത്തെക്കുറിച്ചുള്ള ശരിയായ അറിവ് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ചില വൈചാരിക പരിപാടികളിലൂടെ മഹത്തായ നമ്മുടെ ഈ ദേശത്തെക്കുറിച്ചും നമ്മുടെ പാരമ്പര്യത്തെക്കുറിച്ചുമൊക്കെയുള്ള ചർച്ചകൾ അതിലൂടെ മുന്നോട്ട് വെക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. പിന്നീട് നമ്മൾ മറ്റൊരു കാര്യം ചെയ്യുന്നത്, എല്ലായിടത്തും എവിടെയൊക്കെ ശാഖകളില്ലയോ അവിടെയൊക്കെ ശാഖ തുടങ്ങുക. അതിനനുസരിച്ച് പ്രത്യേക കാലഘട്ടത്തിൽ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. 2026 വരുമ്പോൾ നമ്മൾ അത്തരം കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ട് വരും. മറ്റൊന്ന്, ഇതിനെല്ലാം സഹായകമായ രീതിയിൽ സജ്ജന ശക്തിയെ, സംഘം മാത്രമല്ല ഇത് ചെയ്യുന്നത്. നമ്മുടെ പരമപൂജിയായ അമൃതാനന്ദമയി അമ്മ ഈ കഴിഞ്ഞ ദിവസം 27-ാം തീയതി അമ്മയുടെ പിറന്നാൾ ആഘോഷമുണ്ടായിരുന്നു. ആ ആഘോഷത്തിൽ അമ്മ എന്തെല്ലാം സേവന പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത് എന്നൊരു പക്ഷേ TV-യിലൂടെയും മാധ്യമങ്ങളിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മളെപ്പോൾ തന്നെ എന്തെല്ലാം സേവന പ്രവർത്തനങ്ങളാണ് അമ്മയുടെ ആഗ്രഹപ്രകാരം നടക്കുന്നത്. സായി മിഷൻ എന്തെല്ലാം സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ ശ്രീ രവിശങ്കർ സ്വാമികളുടെ നേതൃത്വത്തിൽ എന്തെല്ലാം, അങ്ങനെ ഒട്ടനവധി മഹാനുഭാവന്മാരുടെ നേതൃത്വത്തിലും സാമുദായിക സംഘടനകളുടെ നേതൃത്വത്തിലും ക്ഷേത്രങ്ങളുടെയൊക്കെ തന്നെ നേതൃത്വത്തിലും ഒക്കെ തന്നെ ആശ്രമങ്ങളുടെയും ഒക്കെ തന്നെ നേതൃത്വത്തിൽ ഒക്കെ ഒട്ടനവധി സമാജത്തിൻ്റെ ശാക്തീകരണ പ്രവർത്തനങ്ങൾ, ഈ ദേശത്തിൻ്റെ ശാക്തീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അവരുമായിട്ടൊക്കെ സഹകരിച്ചുകൊണ്ട് അതുകൊണ്ട് നമ്മൾ അത്തരം സംഘാടനം ചെയ്യുന്ന ആൾക്കാരെ എല്ലാം ഒരുമിച്ച് ചേർത്തുകൊണ്ടുള്ള സദ്ഭാവന മീറ്റിങ്ങുകൾ, യോഗങ്ങൾ അതുകൂടി ഈ ശതാബ്ദിക്കാർ നമ്മൾ നടത്തേണ്ടതായിട്ടുണ്ട്. അങ്ങനെ എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് നേരത്തെ ഈ സൂചിപ്പിച്ച ഈ കാര്യങ്ങൾ ഈ ദേശത്തിൻ്റെ ഉയർച്ച അല്ലെങ്കിൽ വൈഭവശാലിയായ ഒരു ഭാരതം എന്നൊക്കെ പറയുമ്പോൾ അത് രാഷ്ട്രീയ സ്വയം സേവക സംഘം മാത്രം വിചാരിച്ച് സാധ്യമുള്ള കാര്യമല്ല. ഈ സമാജത്തിൻ്റെ എല്ലാവരുടെയും സഹകരണം നമുക്ക് കൊണ്ട് സാധ്യമാക്കേണ്ടതാണ്. എന്തായാലും നമ്മുടെ സ്വാമി വിവേകാനന്ദൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാകുന്ന ഒരു അവസ്ഥയിലേക്ക് ഭാരതം എത്തിച്ചേർന്നില്ല. അദ്ദേഹം ഒരു സന്ദർഭത്തിൽ പറഞ്ഞു, എൻ്റെ ജഗത് ജനനി ഇതാ ഒരു സ്വർണ്ണ സിംഹാസനത്തിൽ എഴുന്നള്ളുന്നത് എൻ്റെ അകക്കണ്ടുകൊണ്ട് ഞാൻ കാണുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഒരിക്കൽ പത്രക്കാർ അദ്ദേഹത്തിനോട് ചോദിച്ചു, സ്വാമി വിവേകാനന്ദനോട് ചോദിച്ചു, അങ്ങയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എൻ്റെ ഈ ഭാരത ജനനിയുടെ മുമ്പിൽ ഒരിക്കൽ കൂടി ഈ ലോകം തലകുനിക്കുന്നത്, ഒരിക്കൽ കൂടി, അദ്ദേഹം പറഞ്ഞ വാക്ക് ഒരിക്കൽ കൂടി തലകുനിക്കുന്നത് എനിക്ക് കാണാൻ കഴിയണം. അതിൽ കുറഞ്ഞ ഒരാഗ്രഹവും എനിക്കില്ല. നിങ്ങളുടെ ആഗ്രഹവും അതായിരിക്കട്ടെ എന്ന് സ്വാമി വിവേകാനന്ദൻ ആ പത്രക്കാരോട് പറഞ്ഞു. അത് ഇന്ന് നമ്മുടെ ഭാരതത്തെ നോക്കുമ്പോൾ നമ്മുടെ ഗീതയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ യോഗയ്ക്കുമൊക്കെയുള്ള സ്വീകാര്യത നമുക്ക് നോക്കുമ്പോൾ നമുക്ക് ഇന്ന് ഭാരതത്തിൻ്റെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ലോകം ഭാരതത്തിൻ്റെ പിന്നാലെ വരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. ഇന്നലെയും പ്രധാനമന്ത്രിജി അതിനെക്കുറിച്ച് ഓർമ്മിപ്പിച്ചു.
നമ്മൾ വൈകാതെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി മാറും എന്ന് പറഞ്ഞു. എല്ലാ അർത്ഥത്തിലും ഭാരതം ഉയർന്നു വരികയാണ്. നമ്മൾ ഇന്ന് നമ്മുടെ ഭാരതത്തിൽ അനേകം വൈദേശിക രാഷ്ട്രങ്ങളുടെ യൂണിവേഴ്സിറ്റികളുടെ സെന്റർ നമ്മുടെ ഭാരതത്തിൽ ഓപ്പൺ ചെയ്തിരിക്കുന്നു. ഭാരതത്തിൻ്റെ യൂണിവേഴ്സിറ്റികളുടെ സെന്റർ അനേകം വൈദേശിക രാഷ്ട്രങ്ങളിലും ഓപ്പൺ ചെയ്യാൻ ഈ അടുത്ത കാലത്ത് ഓപ്പൺ ചെയ്യാൻ സാധിച്ചു. നമ്മുടെ ഈ അടുത്ത വർഷങ്ങളിൽ, നേരത്തെ എൻ്റെ 5-6 വർഷങ്ങളെന്ന് സൂചിപ്പിച്ചു, ഈ ഒരു 10 വർഷത്തെ കണക്കിലെടുത്തു കഴിഞ്ഞാൽ 21% ആൾക്കാർ ദാരിദ്ര്യ രേഖയ്ക്ക് മുകളിൽ വന്നു എന്നുള്ളത് നമ്മൾ സന്തോഷകരമായ കാര്യമാണ്. ഒരു പഠനം 2016 മുതൽ ഈ 2024 വരെയുള്ള ഒരു പഠനം പറയുന്നത് ഭാരതത്തിൽ നിന്ന് കഴിഞ്ഞ ഒരു 2016 വരെ IIT-കളിൽ നിന്ന് IIM-കളിൽ നിന്നൊക്കെ തന്നെ പാസ്സാവുന്ന ഒരു 250 സ്റ്റുഡൻസിനെ ഒരു പഠനം നടത്തിയ ഒരു ടീം അവർ പറഞ്ഞു 75% ആൾക്കാർ വിദേശത്തേക്കാണ് പോയിരുന്നത് എങ്കിൽ സ്റ്റാർട്ടപ്പ് ഒരു വലിയ വിപ്ലവമായിരിക്കുന്നു. ഈ 16-ന് ശേഷം 75-80% ആൾക്കാർക്കും അവസരങ്ങൾ ലഭിക്കുന്നുണ്ട്. അവർ ഭാരതത്തിൽ തന്നെ നിൽക്കുന്നു. വളരെ കുറഞ്ഞ ആൾക്കാർ മാത്രമാണെന്ന് വിദേശത്തേക്ക് പോകുന്നത് എന്നൊക്കെയുള്ള ആ കണക്കുകൾ വരുന്നു. നമ്മുടെ അതിർത്തി പ്രദേശങ്ങൾ സുരക്ഷിതമായിരിക്കുന്നു. നമ്മുടെ റോഡുകൾ പ്രതിദിനം 37 കിലോമീറ്റർ, ചെറിയ കാര്യം, 37 കിലോമീറ്റർ നാഷണൽ ഹൈവേ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന പ്രതിദിനം അങ്ങനെയുള്ള അനുഭവങ്ങൾ വരുന്നു. അങ്ങനെയൊക്കെയുള്ള നമ്മുടെ ഒരു വികസിത ഭാരതത്തിൻ്റെ ആ ഒരു അവസ്ഥ നമുക്കിന്ന് അനുഭവിക്കാൻ കഴിയുന്നു. നമ്മൾക്കെല്ലാം നമ്മുടെ ഒരേ ഒരു വികാരമാണുള്ളത്. ഈ സജ്ജന ശക്തികളുടെയും ഒക്കെ തന്നെ സഹകരണം കൊണ്ട് ഈ ഭാരതത്തെ വീണ്ടും വൈഭവശാലിയായ ഒരു ഭാരതമാക്കി തീർക്കുവാനുള്ള ആ യജ്ഞത്തിന്, അതിനുള്ള വേഗത വർദ്ധിപ്പിക്കുന്നതിന് ആയിരിക്കണം ഈ ശതാബ്ദി കാലം നാം കാണേണ്ടത്. നിശ്ചയമായും ഒരു കാര്യം ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കേണ്ടതായിട്ടുണ്ട്. ഒട്ടനവധി വെല്ലുവിളികൾ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. ആ വെല്ലുവിളികൾ നാം കാണാതെ പോകരുത്. കടമ്മനിട്ടയുടെ ഒരു കവിതയിൽ കവി പറയുന്നു, കണ്ണു വേണം, കണ്ണു വേണം, ഇരുപുറം കണ്ണു വേണം, കണ്ണു വേണം, കണ്ണു വേണം, കണ്ണു വേണം, മേലെയും താഴെയും കണ്ണു വേണം, കണ്ണു വേണം, കണ്ണു വേണം, കണ്ണിനകത്തൊരു അകക്കണ്ണ് വേണം. അതേ ഓർമ്മിപ്പിക്കുകയാണ്. അടങ്ങാത്ത ഒരു അകക്കണ്ണ്, ഒടുങ്ങാത്ത ഒരു അകക്കണ്ണ് നമുക്കുണ്ടാകണം എന്ന് കവി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ സന്ദർഭത്തിൽ ഈ ദേശത്തിൻ്റെ മഹത്തായ ഈ സംസ്കാരത്തിൻ്റെ കാവലാൾക്കാരായ നമ്മൾ ആ ജാഗ്രതയോടുകൂടി നമുക്ക് ഈ നാടിൻ്റെ വൈഭവത്തിനായി പ്രയത്നിക്കാം. അതിനുവേണ്ടി ജഗദീശ്വരൻ്റെ കൃപ എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ധർമ്മോ ജയതു ന ധർമ്മ എന്നാണ്. സത്യം ജയതു നാനൃതം. കള്ളം ഒരിക്കലും ജയിക്കില്ല, സത്യമേ ജയിക്കും. ജഗദീശന്റെ കൃപയ്ക്കായി പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.